Hi all. Today we are going to start a new subject that is transducer or sensor. So what is a transducer or sensor? എന്താണ് ഒരു ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ സെൻസർ? ഞാൻ ലാസ്റ്റ് ക്ലാസ്സിന് എടുത്തുനിന്ന് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് കാരണം നിങ്ങളുടെ എക്സാം കുറേയും കൂടെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുന്ന വിധത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മീൻസ് വീഡിയോ കംപ്ലീറ്റ് ആവുന്ന നേരത്തിൽ കുറച്ചൊന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഇത്തവണ എടുക്കാൻ പോകുന്നത്. പിന്നെ അതിൽ ഞാൻ കുറച്ച് പോർഷൻസ് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മെഷർമെന്റുമായിട്ട്. ആ പോർഷൻസ് ഞാനിവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ മാത്രമല്ല, സെൻസേഴ്സിന്റെയോ ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ മാത്രമല്ല, ഇൻസ്ട്രുമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഐ എം ഗോയിങ് ടു സ്കിപ്പ് ചെയ്യാം ബിക്കോസ് ദാറ്റ് നിങ്ങൾ ഓൾറെഡി അത് മെഷർമെന്റ്സിൽ പഠിച്ചതാണ്. സോ വാട്ട് ഇസ് എ ട്രാൻസ്ഡ്യൂസർ ഓർ എ സെൻസർ? സെൻസറും ട്രാൻസ്ഡ്യൂസറും നമുക്ക് മാറി മാറി യൂസ് ചെയ്യാവുന്ന വേർഡ്സ് ആണ്. എ സെൻസർ ഓർ എ ട്രാൻസ്ഡ്യൂസർ ദാറ്റ് കേപ്പബിൾ ഓഫ് കൺവേർട്ടിംഗ് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ. All the sensors, and one more thing you must know, all the sensors are transducers, but all the transducers are not sensors. വളരെ കുറച്ച് ട്രാൻസ്ഡ്യൂസേഴ്സിനെ നമുക്ക് സെൻസറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ ട്രാൻസ്ഡ്യൂസേഴ്സും സെൻസേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സെൻസറും ട്രാൻസ്ഡ്യൂസറും മാറി മാറി യൂസ് ചെയ്യാവുന്ന വേർഡ്സ് ആണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? What's a sensor or transducer? It's a device which provides a useful output in response to a specified measurement. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് മെഷറൻറ്റ്, it can be any physical variable like temperature, pressure, level or voltage, കറണ്ട്. ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്ന സ്പെസിഫൈഡ് മെഷറൻസ് ആണ്. സോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ്ഫുൾ ഔട്ട്പുട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സ്പെസിഫൈഡ് മെഷറൻറ്റിന്റെ വാല്യൂ, ആ ടെമ്പറേച്ചറിന്റെ അല്ലെങ്കിൽ പ്രഷറിന്റെ വോൾട്ടേജിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലൊരു യൂസ്ഫുൾ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഡിവൈസസിനെയും നമുക്ക് സെൻസേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയാം. സപ്പോസ് നിങ്ങളൊരു വോൾട്ട് മീറ്ററിന്റെ കേസ് എടുക്കുക. ജസ്റ്റ് യു ടേക്ക് എ വോൾട്ട് മീറ്റർ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എ വോൾട്ട് മീറ്റർ? When you apply an input voltage, its needle will move towards some voltage. അല്ലെ, ആ നീഡിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ഷോ ചെയ്യും. സോ ആ ഇൻപുട്ട് സ്പെസിഫൈഡ് മെഷറൻറ്റ് അല്ലെങ്കിൽ ആ വോൾട്ടേജിനെ അത് ഏത് ഫോമിലേക്ക്, ആ വോൾട്ടേജിനെ ഏത് ഫോമിലേക്കാണ് അത് കൺവേർട്ട് ചെയ്ത് തരുന്നത്? ഇറ്റ് ഈസ് ഗോയിങ് ടു കൺവേർട്ട് ഇൻ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ ഒരു ടെമ്പറേച്ചർ സെൻസർ ആയിട്ടുള്ള ആർ ടി ഡിയുടെ കേസ് എടുക്കാം. ആർ ടി ഡി എന്താ ചെയ്യുന്നത്? ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരിക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും എത്രയാണ് കറന്റ് ടെമ്പറേച്ചർ എന്നുള്ളത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സെൻസേഴ്സ് ഓർ ട്രാൻസ്ഡ്യൂസർ. നമുക്കിനി ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻസേഴ്സ് ഓർ ട്രാൻസ്ഡ്യൂസർ നോക്കാം. ഓക്കെ, സോ ഹൗ ക്യാൻ വി ക്ലാസിഫൈ ദ സെൻസർ ഓർ ട്രാൻസ്ഡ്യൂസർ? The one of the മെയിൻ ഓർ ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ്, നമുക്ക് ഒരുപാട് തരത്തിൽ സെൻസറിനെയും ട്രാൻസ്ഡ്യൂസറിനെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ എല്ലാ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനും നമ്മൾ നോക്കുന്നില്ല ഇവിടെ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റേഷൻ സ്റ്റുഡൻറ്റിന്, അല്ലെങ്കിൽ എഞ്ചിനീയറിന്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന് അവരുടെ ലൈഫ് ടൈമിൽ യൂസ് ചെയ്യേണ്ടി വരുന്ന ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ്, അല്ലെങ്കിൽ നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് sensors or transducers. First classification is passive or active transducers. What's a passive transducer? Suppose നമുക്ക് ആദ്യം നോക്കാം എന്താണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. A transducer that can provide output in the voltage form or in the electrical form, maybe in voltage or current, without providing any input supply voltage. So without providing any input supply,
If the transducer or sensor can provide a output voltage in electrical form, either in voltage or current, then such transducer we can call active transducer. It can provide electrical output without any supply voltage. So എന്തായിരിക്കും പാസീവ് ട്രാൻസ്ഡ്യൂസർ? പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ വോൾട്ടേജിന്റെ ഹെൽപ്പിൽ മാത്രം ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ ഫോമിൽ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ട്രാൻസ്ഡ്യൂസേഴ്സിനെ അല്ലെങ്കിൽ സെൻസേഴ്സിനെയാണ് നമ്മൾ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുക. It can provide electrical output with the help of a supply voltage. So ഇതിനുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയായിരിക്കും? ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിനുള്ള എക്സാമ്പിൾസ് ഒക്കെയാണ്. വൺ ഈസ് തെർമോകപ്പിൾ. തെർമോകപ്പിൾ എന്താ ചെയ്യോ? There are two junctions അല്ലേ? സോ തെർമോകപ്പിളിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ രണ്ട് ജംഗ്ഷൻ ടെമ്പറേച്ചറിന്റെ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. So we no need to provide any electrical supply. Without any electrical supply, it is providing direct electrical output. അതുപോലെ തന്നെ മറ്റൊന്നാണ് piezoelectric crystal, piezoelectric transducers. piezoelectric transducers എന്താ ചെയ്യോ? സപ്പോസ് നമ്മളൊരു ഡൈനാമിക് ഫോഴ്സ്, ഒരു ഫോഴ്സ് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിലൊരു വോൾട്ടേജ് ഡെവലപ്പ് ആവും അല്ലേ? സോ അതിനും ആ വോൾട്ടേജിനും നമുക്ക് സെപ്പറേറ്റ് സപ്ലൈ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നമ്മളൊരു പൊട്ടൻഷ്യോമീറ്റർ എടുത്ത് എന്താ സംഭവിക്കുക? പൊട്ടൻഷ്യോമീറ്റർ ഇസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ. സോ പൊട്ടൻഷ്യോമീറ്റർ അതിന്റെ ജോക്കിയുടെ ഡിസ്പ്ലേസ്മെന്റിന് അക്കോർഡിംഗ് ആയിട്ടാണ് അത് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുക. പക്ഷെ ജോക്കിയുടെ ഡിസ്പ്ലേസ്മെന്റിന് അക്കോർഡിംഗ് ആയിട്ട് അതൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ you have to provide an input supply voltage Vin. ആ Vin കൊടുത്താൽ മാത്രമേ നമുക്കിവിടെ V out കിട്ടുള്ളൂ. So this is a potentiometer is a passive transducer. ഈ ആക്റ്റീവും പാസീവും അല്ലാത്ത ഒരുപാട് ട്രാൻസ്ഡ്യൂസേഴ്സ് അവൈലബിൾ ആണ്. എല്ലാ സെൻസേഴ്സിനെയും ട്രാൻസ്ഡ്യൂസേഴ്സിനെയും നമുക്ക് ആക്റ്റീവോ പാസീവോ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. There are some transducer, in case you are providing a supply voltage, then also it couldn't able to provide an electrical output. So അങ്ങനെയുള്ള ട്രാൻസ്ഡ്യൂസേഴ്സിനെ നമുക്ക് ആക്റ്റീവെന്നോ പാസീവെന്നോ ഒന്നും പറയാൻ പറ്റില്ല. What are the other classifications? We can classify transducer as digital transducers or analog transducer, or digital sensors or analog sensors. Second is analog or digital sensors or transducers. So in the analog sensor, if output is an output of the transducer or sensor is in analog form, then we can call it as an analog sensor. Whereas output is in digital form. Digital form means 0 or 1 or something like binary or gray code. അങ്ങനെയുള്ള
ഫോമിലെല്ലാം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുവാണെങ്കിൽ 0 1 ഫോമിലുള്ള ഔട്ട്പുട്ട് കിട്ടുവാണെങ്കിൽ അതിനാണ് നമ്മൾ ഡിജിറ്റൽ സെൻസർ എന്ന് പറയുക. ഈ ഡിജിറ്റൽ സെൻസറും ഇലക്ട്രോണിക് സെൻസറും നമ്മൾ മാറിപ്പോകരുത്. ഇലക്ട്രോണിക് സെൻസേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സെമി കണ്ടക്ടേഴ്സ്, പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ ഡയോഡ്സ് അല്ലെങ്കിൽ ഫെറ്റ് മോസ്ഫെറ്റ് അങ്ങനെയുള്ള സെമി കണ്ടക്ടേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ഡ്യൂസേഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുക. ദാറ്റ് ഈസ് നോട്ട് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസറിന്റെ പ്രത്യേകത എന്താണ്? അതിന് 0 അല്ലെങ്കിൽ 1 ഫോമിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബൈനറി 0 0 1 1 എന്നുള്ള ഫോമിൽ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ സെൻസേഴ്സ് ആർ അനലോഗ് സെൻസേഴ്സ് ഓർ അനലോഗ് ട്രാൻസ്ഡ്യൂസർ. നമ്മളിപ്പോൾ വോൾട്ട് മീറ്റർ എടുത്താലും അല്ലെങ്കിൽ ടെമ്പറേച്ചർ സെൻസേഴ്സ് RTD എടുത്താലും തെർമോകപ്പിൾ എടുത്താലും പ്രഷർ സെൻസേഴ്സ് എടുത്തു കഴിഞ്ഞാലും മോറോർലെസ് എല്ലാം പൊട്ടൻഷ്യോമീറ്റർ എടുത്താലും ഇതെല്ലാം അനലോഗ് transducers ആണ്. They are not digital transducers. Whereas shaft encoder അല്ലെങ്കിൽ ഹാൾ ഇഫക്റ്റ് സ്പീഡ് സെൻസർ അങ്ങനെയുള്ള വളരെ കുറച്ച് സെൻസേഴ്സ് എല്ലാം ഡിജിറ്റൽ സെൻസേഴ്സ് ആണ്. Based on its application, നമുക്ക് അതിന്റെ അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ട് where we are going to apply this, ആ തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ടെമ്പറേച്ചർ സെൻസേഴ്സ്, വോൾട്ടേജ് സെൻസേഴ്സ്, കറന്റ് സെൻസേഴ്സ് അല്ല, ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ മെഷർമെന്റ് ടെക്നിക് ബേസ് ചെയ്തിട്ടും based on the measurement technique നമുക്ക് വേണമെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അതെങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? മേ ബി കപ്പാസിറ്റീവ് സെൻസേഴ്സ്, കപ്പാസിറ്റൻസ് ബേസ്ഡ് ആയിട്ടുള്ള സെൻസേഴ്സ്, ഇൻഡക്റ്റീവ് സെൻസേഴ്സ്, ഒപ്റ്റിക്കൽ സെൻസേഴ്സ്, റെസിസ്റ്റീവ് സെൻസേഴ്സ്. സോ ഇവിടെ ഏത് വേരിയബിൾ ആണ് നമ്മുടെ ഇൻപുട്ടിനനുസരിച്ച് മാറുന്നത് അതിനനുസരിച്ചാണ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല വിധത്തിൽ നമുക്ക് സെൻസേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓർ പ്രൈമറി ഓർ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ, അങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് വേണമെങ്കിൽ സെൻസേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. സോ ക്ലാസിഫിക്കേഷൻ ഞാനിവിടെ ഫിനിഷ് ചെയ്യാണ്, ക്ലോസ് ചെയ്യാണ്. Now we are going to study about some important sensors that mentioned in your syllabus. Okay, so നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് സെൻസേഴ്സിൽ ആദ്യത്തേതാണ്, ഫസ്റ്റ് വൺ ഈസ് LVDT. So what is an LVDT? What does it mean? It is a linear variable differential transformer. Linear variable differential transformer. പലരും ഇതിനെ തെറ്റായിട്ട് ലീനിയർ വേരിയബിൾ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാറുണ്ട്. ദാറ്റ് ഈസ് റോങ്. ഇറ്റ്സ് എ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. സോ ആ പേരിൽ തന്നെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. സോ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ ബി മോർ ദാൻ 2 ട്രാൻസ്ഫോമർ ഔട്ട്പുട്ട്സ് ഉണ്ടാവും. അതിന്റെ ഡിഫറൻസ് ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ അതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. മീൻസ് 2 സെക്കൻഡറി കോയിൽസ് ഉണ്ടാവും. ആ 2 സെക്കൻഡറി കോയിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട്പുട്ടിന്റെ ഡിഫറൻസ് ആണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. സോ വി ക്യാൻ യൂസ് LVDT ടു മെഷർ ഡിസ്പ്ലേസ്മെന്റ്. It can measure static
displacement as well as dynamic displacement. So നമുക്ക് സ്റ്റാറ്റിക് ഡിസ്പ്ലേസ്മെന്റും ഡൈനാമിക് ഡിസ്പ്ലേസ്മെന്റും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് LVDT യൂസ് ചെയ്യാം. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് പിന്നീട് പഠിക്കാം. So you just see the figure on the right side. ഇതാണ് ഒരു LVDTയുടെ സിമ്പിൾ സ്കീമാറ്റിക്. ഇതിൽ നിങ്ങൾക്ക് കാണാം there is a source. It should be an AC source because it's a transformer. Transformer ACയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. So you have to provide an AC supply. Okay, so that's the first thing. Let me change the pen color. So this is a supply. It's an AC supply having a supply frequency Fs. പിന്നെന്താ, it should have a primary coil. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. This is the primary winding. And there are two secondary windings. ഇത് ഒരു secondary winding ആണ്. This is the another secondary winding. And these two secondary windings are connected such a way that it's called series opposition. എന്നിട്ട് ആ രണ്ടെണ്ണത്തിന്റെയും ഔട്ട്പുട്ടാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിന്റെ ഔട്ട്പുട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോറി, പൊട്ടൻഷ്യോമീറ്ററിന്റെ അല്ല, LVDTയുടെ ഔട്ട്പുട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദർ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ എവിടെയാണ് ഇതിൽ എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുക? ദർ ഇസ് എ കോർ. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾക്ക് ഇത് അറിയാം ആയിരിക്കും ഓൾറെഡി. ദർ ഇസ് എ കോർ ഓൺ ദ മിഡിൽ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അല്ലെ, ദർ ഇസ് എ കോർ. ദിസ് എ മൂവബിൾ കോർ. അതൊരു സ്റ്റെമ്മുമായിട്ട് കണക്റ്റഡ് ആണ്. ഇറ്റ് ക്യാൻ മൂവ്. 1 minute. ഈ കോർ ഒരു സ്റ്റെമ്മുമായിട്ട് കണക്റ്റഡ് ആണ്. You can move the core with the help of stem on the both ways, means on the upside or downside, or towards right and towards left you can move this core. സോ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എവിടെയാണ് കണക്ട് ചെയ്യുക? ഈ സ്റ്റെമ്മിലാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കണക്ട് ചെയ്യുക. സോ അതിനനുസരിച്ച് കോർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അതിനനുസരിച്ചാണ് നമ്മുടെ LVDT നമുക്ക് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ LVDT എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ അതിന് മുമ്പായിട്ട് നമുക്ക് സിമ്പിൾ സ്കീമാറ്റിക് LVDT വരയ്ക്കാം. There should be a supply, AC supply, and there should be a primary coil. And there should be two secondary coils. And its output is the differential output of the secondary coil. So this is our input Vin having some frequency Fs, input frequency, and it's an AC supply. And these are Vout1. Primary coil output in Vout1 എന്ന് പറയുന്നത്. And secondary coil output in Vout2 എന്ന് പറയുന്നത്. And the LVDT output Vout is V01 minus V02. So നമ്മൾ എങ്ങനെയാണ് ഈ രണ്ട് കോയിൽസിനെ കണക്ട് ചെയ്യേണ്ടത്? V01 മൈനസ് V02 കിട്ടണമെങ്കിൽ നമ്മൾ ബാറ്ററിയുടെ കേസ് തന്നെ എടുക്കാം. സോ സപ്പോസ് ഇഫ് യു ഹാവ് ടു ബാറ്ററീസ്,
നമ്മൾ ഒരു ബാറ്ററിയുടെ നെഗറ്റീവും രണ്ടാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവും കണക്ട് ചെയ്തിട്ട് ബാക്കി രണ്ട് എൻ്റെ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? സപ്പോസ് ദിസ് ഇസ് V1, ദിസ് V2 ആണെങ്കിൽ ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് V1 പ്ലസ് V2 ആയിരിക്കും. സോ ഇതല്ല നമുക്ക് വേണ്ടത്. സപ്പോസ് ഞാൻ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിലോ ഒന്നിൻ്റെ പോസിറ്റീവും ഒന്നിൻ്റെ നെഗറ്റീവും രണ്ടാമത്തെ നെഗറ്റീവും കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ പോസിറ്റീവ് സൈഡിൽ നിന്ന് രണ്ടിൻ്റെയും പോസിറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് ദിസ് ഇസ് V1 ആൻഡ് ദിസ് ഇസ് V2, then output is V1 minus V2 ആയിരിക്കും. സോ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? രണ്ട് കോയിലിൻ്റെയും നെഗറ്റീവ് തമ്മിൽ ഷോർട്ട് ചെയ്യും, പോസിറ്റീവ് ടെർമിനൽസ് നിന്ന് ഔട്ട്പുട്ട് എടുക്കുകയും ചെയ്യണം. വി ഔട്ട് എന്നാൽ മാത്രമേ വി ഔട്ട് വിൽ ബി ഈക്വൽ ടു V01 മൈനസ് V02 കിട്ടുള്ളൂ. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സീരീസ് ഓപ്പോസിഷൻ എന്ന് പറയുക. ദിസ് വി കോൾഡ് സീരീസ് ഓപ്പോസിഷൻ. ഇങ്ങനെ ഒരു പ്രൈമറി കോയിലിന്റെ ഔട്ട്പുട്ട് മീൻസ് നെഗറ്റീവ്, സെക്കൻഡറി കോയിലിന്റെ ഒരു സെക്കൻഡറി കോയിലിന്റെ ഔട്ട്പുട്ട് സെക്കൻഡറി കോയിലിന്റെ നെഗറ്റീവ് ടെർമിനൽ സെക്കൻഡറി കോയിലിന്റെ നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യും, പോസിറ്റീവ് ഔട്ട്പുട്ട് എടുക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ സീരീസ് ഓപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കണക്ഷൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? വി ഔട്ട് ഷുഡ് ബി വി ഹാവ് ടു ഗെറ്റ് എ വി ഔട്ട് സച്ച് എ വേ ദാറ്റ് V01 മൈനസ് V02. പിന്നെ ദർ ഇസ് എ കോർ ഇനീഷ്യലി പ്ലേസ് ചെയ്യുക. അതിന്റെ ഫ്ലക്സ് ലിങ്കേജ് രണ്ട് കോയിലിനും ഈക്വലായി കിട്ടുന്ന വിധത്തിലായിരിക്കും. കോർ വിൽ ബി പ്ലേസ്ഡ് സച്ച് എ വേ ദാറ്റ് the initial position of the core will be such a way that the flux linkage with the help means due to that core will be equal for both the സെക്കൻഡറി കോയിൽസ്. രണ്ട് സെക്കൻഡറി കോയിലും ഈക്വൽ ആയിട്ട് ഫ്ലക്സ് ലിങ്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന വിധത്തിലായിരിക്കും നമ്മൾ നമ്മുടെ കോർ ഇനീഷ്യലി പ്ലേസ് ചെയ്യുക. ആ പൊസിഷനാണ് നമ്മൾ നൾ പൊസിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ നൾ പൊസിഷൻ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മുടെ പ്രൈമറി രണ്ടിനും കോമൺ ആണ്. പ്രൈമറി ഈസ് കോമൺ ഫോർ ബോത്ത്. സെക്കൻഡറി രണ്ടും ഐഡന്റിക്കൽ ആണ്. നമ്മുടെ കോർ പ്ലേസ് ചെയ്തിരിക്കുന്നത് നൾ പൊസിഷനിൽ ആ കോർ കൊണ്ടുള്ള ഫ്ലക്സ് ലിങ്കേജ് രണ്ട് കോയിലിനും ഈക്വൽ ആയിട്ട് വരുന്ന വിധത്തിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ അറ്റ് നൾ പൊസിഷൻ ഓർ സീറോ പൊസിഷൻ എന്തായിരിക്കും? V01 വിൽ ബി ഈക്വൽ ടു V02 ആയിരിക്കും അല്ലെ? കാരണം എല്ലാം അത് മീൻസ് പ്രൈമറി സെയിം ആണ്, കോയിൽസ് ഐഡന്റിക്കൽ ആണ്, ഫ്ലക്സ് ലിങ്കേജും സെയിം ആണ്. സോ നമുക്ക് ഇതിനെ വേണമെങ്കിൽ VK എന്ന് പറയാം. സോ ആ സമയത്തുള്ള വി ഔട്ട് എന്തായിരിക്കും? വി ഔട്ട് വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും, കാരണം V01 വിൽ ബി ഈക്വൽ ടു V02 ആണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് കണ്ടീഷൻ നോക്കാം. കോയിൽസ് മൂവ്സ് x mm upwards. Coil moves x mm upwards. അപ്പൊ എന്താ സംഭവിക്കുക? Let me redraw the figure. ഇത് രണ്ട് ഐഡന്റിക്കൽ സെക്കൻഡറി, ഒന്നിന്റെ നെഗറ്റീവ് ടെർമിനൽ രണ്ടാമത്തെ നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യണം. വി ആർ ഗോയിങ് ടു ടേക്ക് ദ ഔട്ട്പുട്ട് ഫ്രം ദി പോസിറ്റീവ് ടെർമിനൽസ്. ദിസ് വി കോൾ സീരീസ് ഓപ്പോസിഷൻ. ഇപ്പൊ ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ കോറിനെ XMM അപ്വേർഡ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ സ്റ്റെം ഞാൻ XMM മുകളിലോട്ട് നീക്കിയിരിക്കുകയാണ് അതിന്റെ നൾ പൊസിഷൻ എന്ന്. So this what our previous 0 and this is XMM. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? V01 ഉം V02 ഉം V01 ഇൻക്രീസ് ചെയ്യും, കാരണം V01ലുള്ള ഫ്ലക്സ് ലിങ്കേജ് കൂടും. പ്രൈമറി മീൻസ് ആ ഫസ്റ്റ് കോയിലുള്ള ഫ്ലക്സ് ലിങ്കേജ് കൂടും. സോ V01 വിൽ ബി ഈക്വൽ ടു VK ഇനീഷ്യൽ നൾ പൊസിഷൻ വോൾട്ടേജ് പ്ലസ് സം
k into x ആയിരിക്കും. കാരണം ആ എത്ര മൂവ് ചെയ്തോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് അത് പ്രൊവൈഡ് ചെയ്യും, ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ V02 അവിടെ ഫ്ലക്സ് ലിങ്കേജ് കുറയാണ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ദാറ്റ് വിൽ ബി ഈക്വൽ ടു Vk മൈനസ് Kx ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വി ഔട്ട് എന്തായിരിക്കും? വി ഔട്ട് വിൽ ബി ഈക്വൽ ടു V01 minus V02, that's equal to Vk plus Kx minus of Vk minus Kx. So V out will be equal to 2Kx, or V out is proper 2 and K are constants, so V out is proportional to X. So ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം നോട്ട് കോയിൽ, കോർ. ഞാനിവിടെ തെറ്റായിട്ടാണ് എഴുതിയത്. കോർ മൂവ്സ് x mm upwards. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. ഇഫ് ദ കോർ മൂവ്സ് x mm downwards. So this is positive x ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ this will be negative directional movement. So this is negative x. Again, figure ഒന്നുകൂടെ redraw ചെയ്യാം. Just for your convenience, we should have two secondaries. Secondaries should be identical, and we have to connect in such a way that it should be in series opposition. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ്. കോർ എക്സ് എം എം ഡൗൺവേർഡ് മൂവ് ചെയ്തു. ഇതായിരുന്നു നമ്മുടെ സീറോ പൊസിഷൻ. അവിടുന്ന് എക്സ് എം എം ഡൗൺവേർഡ് മൂവ് ചെയ്തു. സോ ഇതെന്ന് പറയുന്നത് എക്സ് എം എം ആയിരിക്കും. V01, V02, V. ഇങ്ങനെയാണ് ഈ കേസിൽ വി ഔട്ട് എന്തായിരിക്കും? V01 will be equal to Vk initial voltage or null voltage minus Kx ആയിരിക്കും, കാരണം അവിടെ ഫ്ലക്സ് ലിങ്കേജ് കുറഞ്ഞു. V02 will be equal to Vk or പ്ലസ് Kx ആയിരിക്കും, കാരണം അവിടെ ഈക്വലി ഫ്ലക്സ് ലിങ്കേജ് രണ്ടാമത്തെ കോയിലിൽ കൂടി. സോ അങ്ങനെയാണെങ്കിൽ വി ഔട്ട് എന്തായിരിക്കും? വി ഔട്ട് വിൽ ബി ഈക്വൽ ടു V01 മൈനസ് V02. നിങ്ങളത് ചെയ്തു വരുമ്പോൾ വി ഔട്ട് വിൽ ബി ഈക്വൽ ടു മൈനസ് 2Kx എന്ന് കിട്ടും. That is corresponding to minus x moment. For plus x moment, we got plus 2Kx. For minus x moment, it provides minus 2Kx V out. So that means V out again proportional to x. So ഇതിന് എന്താണ് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുക? സപ്പോസ് നമ്മുടെ നൾ പൊസിഷനിൽ നിന്ന് കോർ അപ്വേർഡ് ഡയറക്ഷനിലും ഡൗൺവേർഡ് ഡയറക്ഷനിലും മൂവ് ചെയ്യുന്ന സമയത്ത് LVDT will provide an output voltage, and that output voltage will proportional to the moment. സോ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് മെഷർ ചെയ്തത്. അപ്പോൾ നമുക്ക് നൾ പൊസിഷനിൽ 0 കിട്ടുക. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ എത്രയാണ് മെഷർ ചെയ്തതെന്ന് എത്രയാണെന്ന് വെച്ചാൽ മെഷർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് 2 വോൾട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഇറ്റ് മേ ബി 2 mm. അങ്ങനെയാണെങ്കിൽ 4 വോൾട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 4 mm. 6 വോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 6 mm. But how can we measure this voltage? It's an AC supply അല്ലേ? ഇതൊരു AC supply ആണ്. സോ എങ്ങനെയാണ് നമുക്ക് ഈ വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റുക? ഫോർ ദ മെഷർമെന്റ് ഓഫ് ദിസ് വോൾട്ടേജ് സിംപ്ലി വി ക്യാൻ യൂസ് ആൻ AC വോൾട്ട് മീറ്റർ. പക്ഷെ ഒരു AC വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുമ്പോൾ ദർ ആർ സം പ്രോബ്ലംസ് യു ഹാവ് ടു ഫേസ്. നമുക്ക് നോക്കാം. These are primary. These are two identical secondaries connected in series opposition. There's a core.
It can move up and downwards. It can move on both directions. And this is the V out. ഇനി നമുക്ക് ഈ V out എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? There is one way is we can keep a AC voltmeter. AC voltmeter. Is this a good way? AC voltmeter എന്തായാലും എ സി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് എന്തായാലും എ സി ആയിരിക്കും. രണ്ട് ട്രാൻസ്ഫോമറും ഔട്ട്പുട്ട് എ സി ആയിരിക്കും. അതിന്റെ ഡിഫറൻസും ഓഫ് കോഴ്സ് എ സി തന്നെ ആയിരിക്കും. പക്ഷേ എ സി വോൾട്ട് മീറ്റർ ഈസ് എ ഗുഡ് മെത്തേഡ്. ഓക്കെ, ലെറ്റ് സി. എ സി വോൾട്ട് മീറ്റർ യൂസ് ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഔട്ട്പുട്ട് മെഷർ ചെയ്തേ പറ്റുമോ? അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനാണ് എ സി വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുക. പക്ഷേ എ സി വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുമ്പോൾ ദർ ആർ സം പ്രോബ്ലംസ് യു ഹാവ് ടു ഫേസ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. Just give me some time in order to draw this pic. ഞാൻ അതിൻ്റെ സ്കിമാറ്റിക് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സ്കിമാറ്റിക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇത് ക്ലാസ്സിൽ വരയ്ക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, സോ നിങ്ങൾ അസ്യൂം ചെയ്യുക ദിസ് ഇസ് അവർ സപ്ലൈ വോൾട്ടേജ്. ഓക്കെ, സപ്ലൈ വോൾട്ടേജ് വിൽ ബി an AC സപ്ലൈ വോൾട്ടേജ്. സോ അതേ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും. മേ ബി ദർ മൈറ്റ് ബി സം ഫേസ് ഡിഫറൻസ്. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഫേസ് ഡിഫറൻസ് ഇവിടെ അത്രമാത്രം ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതേ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും നമ്മുടെ ബാക്കിയുള്ള ഔട്ട്പുട്ട്സ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് V01 ആണെങ്കിൽ V01 എങ്ങനെയായിരിക്കും? അറ്റ് നൾ പൊസിഷൻ it will provide some value. അല്ലേ? സെയിം വേ V02 will be സെയിം ടു സെയിം ആയിരിക്കും. കാരണം these are identical coils. അങ്ങനെയാണെങ്കിൽ വി ഔട്ട് എന്തായിരിക്കും? വി ഔട്ട് ഈക്വൽ ടു V01 മൈനസ് V02 ആണ്. സോ വി ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനിത്തിങ് ഹിയർ അറ്റ് നൾ പൊസിഷൻ ആൻഡ് ഇറ്റ് വിൽ ബി എ 0. അപ്പോൾ നമ്മുടെ വോൾട്ട് മീറ്റർ റീഡിംഗ്, സപ്പോസ് ഇതാണ് വോൾട്ട് മീറ്റർ റീഡിംഗ്, എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഓൾസോ സിമ്പിൾ ഫ്ലാറ്റ് ലൈൻ ബിക്കോസ് ഇറ്റ് വിൽ ബി 0. നമുക്ക് നൾ പൊസിഷൻ മാറ്റിയിട്ട് ജസ്റ്റ് XM അപ്വേർഡ് മൂവ്മെന്റിന് എന്താ സംഭവിക്കാൻ നോക്കാം. ഫോർ XM അപ്വേർഡ് മൂവ്മെന്റ് ഇപ്പൊ എന്താ സംഭവിക്കുക? ഇൻപുട്ട് വിൽ ബി സെയിം ടു സെയിം അല്ലേ? ഇൻപുട്ട് എന്ന് പറയുന്നത് സെയിം ടു സെയിം ആയിരിക്കും. ഇനിയോ V01 എന്താ സംഭവിച്ചത്? V01ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്.
സോ ഇതായിരുന്നു മുമ്പുള്ള V01. അത് കുറച്ച് ഇൻക്രീസ് ചെയ്യും. And you are going to something like this. So what is going to happen on V2? V2ന്റെ വാല്യൂ reduce ചെയ്യാണ് ചെയ്യുക. So you are going to get something V2 like this. So ഇപ്പോൾ V out എന്ന് പറയുന്നത് 0 ആയിരിക്കില്ല. There will be some definite value. അത് അതേ ഫ്രീക്വൻസി തന്നെയുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും. That will be something like this. This is our V out. V02, V01, VN. അങ്ങനെയാണെങ്കിൽ അതിന്റെ RMS വാല്യൂ എന്തായിരിക്കും? സപ്പോസ് ഇത് Vx ആണെങ്കിൽ നമ്മുടെ AC വോൾട്ട്മീറ്റർ RMS വാല്യൂ ആണ് മെഷർ ചെയ്യുക. സോ ഇറ്റ് വിൽ പ്രൊവൈഡ് എ RMS റീഡിംഗ്. ഇതിന് റീഡിംഗ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള RMS വാല്യൂ പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് Vx/√2 അല്ലേ? ഇനി സെയിം XMM ഡൗൺവേർഡ് മൂവ്മെന്റിന് എന്താ സംഭവിക്കാൻ നോക്കാം. For XMM downward moment, input will be same to same. ഇവിടെ V01 കുറയും. V01 എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. V02 എന്ന് പറയുന്നത് VK ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യും. അത് നമ്മുടെ കഴിഞ്ഞ കേസിൽ V01ന് ഈക്വലന്റ് ആയിരിക്കും. സോറി, it will be something like this. അങ്ങനെയാണെങ്കിൽ V out എന്തായിരിക്കും? V out here also will be a definite value. പക്ഷെ നേരത്തെ കിട്ടിയ അതേ ആംപ്ലിറ്റ്യൂഡിലുള്ള സിഗ്നൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ ഇവിടെ V02 ആണ് വലുത്. അതുകൊണ്ട് there will be a phase shift. ആ phase shift എത്രയായിരിക്കും? There will be a 180-degree phase shift in the output comparing to previous case. പക്ഷെ ഇതിന്റെ RMS വാല്യൂ എത്രയായിരിക്കും? What will be the RMS value of this output? ഇത് Vx തന്നെയാണ്. സോ ഇത് മൈനസ് Vx തന്നെയാണ്. ഇത് Vx ആണ്. സോ ഇതിന്റെ RMS വാല്യൂ എന്ന് പറയുന്നത് അഗെയിൻ Vx/√2 തന്നെയായിരിക്കും അല്ലെ? ദിസ് വിൽ ബി Vx/√2. ലെറ്റ് മീ റീറൈറ്റ് ഇറ്റ്. നോക്കി, അപ്വേർഡ് മൂവ്മെന്റിനും ഡൗൺവേർഡ് മൂവ്മെന്റിനും നമ്മുടെ AC വോൾട്ട് മീറ്റർ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സെയിം RMS വാല്യൂ ആണ്. സോ നമുക്ക് AC വോൾട്ട് മീറ്ററിന്റെ അല്ലെങ്കിൽ ആ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വോൾട്ട് മീറ്ററിന്റെ റീഡിംഗ് നോക്കിയിട്ട് നമുക്ക് ഇത് അപ്വേർഡ് മൂവ്മെന്റ് ആണോ ഡൗൺവേർഡ് മൂവ്മെന്റ് ആണോ എന്ന് പറയാൻ പറ്റില്ല. അപ്വേർഡ് മൂവ്മെന്റിനും ഡൗൺവേർഡ് മൂവ്മെന്റിനും സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ ഗോയിങ് ടു പ്രൊവൈഡ് സെയിം വാല്യൂ. സോ if you are using an AC voltmeter, you can find the displacement, amount of displacement, but you cannot find the direction. So if you are using a AC voltmeter, if we use an AC voltmeter, we can find the amplitude of displacement, but we cannot find the direction. അത് ഏത് പൊസിഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതാണ് AC വോൾട്ട്മീറ്റർ യൂസ് ചെയ്താലുള്ള പ്രോബ്ലം. ഇത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കാം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് റിഗാർഡിങ് LVDT.
അതിലൊന്നാണ് null voltage. What is null voltage? നമ്മൾ എക്സ്പെക്ട് ചെയ്യുക, ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. സോ ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, സപ്പോസ് ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ആൻഡ് ഹിയർ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ആർ എം എസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് മൂവ്മെന്റിന് ഇതൊരു പോസിറ്റീവ് വോൾട്ടേജ്, ഒരു ആർ എം എസ് വാല്യൂ പ്രൊവൈഡ് ചെയ്യും. നെഗറ്റീവ് മൂവ്മെന്റിനും അത് സെയിം പോസിറ്റീവ് വാല്യൂ തന്നെ പ്രൊവൈഡ് ചെയ്യും. ദിസ് ഇസ് ദ മാക്സിമം മൂവ്മെന്റ്. നെഗറ്റീവ് മാക്സിമം, ദിസ് ഇസ് ദ പോസിറ്റീവ് മാക്സിമം. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക. ഓക്കെ, ഇനി എന്താണ് നൾ വോൾട്ടേജ് നോക്കാം. നമ്മൾ അറ്റ് സീറോ പൊസിഷൻ we expect V01 and V02 should be 0. And Vout will be 0. At 0 position, we expect V0 at 0 position, we expect V0 will be 0. This is our expectation. For achieving this, V01 should be, for achieving this, V01 should be equal to V02. അതെങ്ങനെയായിരിക്കണം? The amplitude of, it's an AC signal, so there is, it have its own amplitude and phase. So amplitude of V01 should be equal to amplitude of V02 as well as phase of V01 should be equal to phase of V02. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ there will be exist some null voltage. So this is our expectation. This is our expectation. ഇത് ഇങ്ങനെ ആയിരിക്കുന്നു. നൾ വോൾട്ടേജ് സീറോ ആയിരിക്കുന്നു, മീൻസ് നൾ പൊസിഷനിൽ കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ ആയിരിക്കുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻ ആക്ച്വൽ ഓർ ഇൻ പ്രാക്ടിക്കൽ V0 will not be 0 and the voltage output at 0 position we called output provides by the voltage output provides by the LVDT at 0 position we called null voltage. So in means our expectation null voltage should be 0, but in practical cases we won't get any 0 null voltage because either its amplitude will be vary, or either it's V01 and V02, or its phase may vary, or both may vary. So due to that we cannot get exactly 0. That will be some, there will be exist some small value. So ഈ null voltage കാരണം, because of this null voltage നമ്മളൊരു RMS meter വെച്ച് മെഷർ ചെയ്യുകയാണെങ്കിൽ, if you are measuring the RMS value of the output, there exists some null voltage. So at 0 position we are going to get some RMS value. From there the output will be like this, V out RMS. This is the displacement in mm.
This is the maximum positive displacement, positive max. Same way, അതേ പോയിന്റ് തന്നെയായിരിക്കും നെഗറ്റീവ് സ്റ്റാർട്ട് ചെയ്യുക. This is the നെഗറ്റീവ് മാക്സ്. അതേ സ്ലോപ്പിലുള്ള ഒരു ഔട്ട്പുട്ടിനെ ആയിരിക്കും കിട്ടുക. ഈ സീറോയിലുള്ള വോൾട്ടേജിനാണ് നമ്മൾ പറയുക നൾ വോൾട്ടേജ്. ഓക്കെ, ദിസ് വോൾട്ടേജ് we say we call it as null voltage. We call it as null voltage. ആ പോയിന്റിലുള്ള സീറോ എന്നുള്ള പോയിന്റിലുള്ള വോൾട്ടേജിനാണ് നമ്മൾ നൾ വോൾട്ടേജ് എന്ന് പറയുക. ഓക്കെ, നൾ വോൾട്ടേജ് എന്താണ്? സീറോ പൊസിഷനിൽ പൊട്ടൻഷ്യോമീറ്റർ LVDT പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അത് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഒന്നല്ല. നൾ വോൾട്ടേജ് സീറോ ആയിട്ടാണ് നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ അങ്ങനെ കിട്ടാറില്ല. ഇനി നെക്സ്റ്റ് തിങ്, വാട്ട് ഈസ് PSD? എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് മീൻസ് ഇൻ കേസ് നമ്മളൊരു AC വോൾട്ട് മീറ്റർ ആണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അപ്വേർഡ് മൂവ്മെന്റിനും ഡൗൺവേർഡ് മൂവ്മെന്റിനും AC വോൾട്ട് മീറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ അപ്വേർഡ് മൂവ്മെന്റ് XMM-നും ഡൗൺവേർഡ് മൂവ്മെന്റ് XMM-നും അത് പ്രൊവൈഡ് ചെയ്യുന്ന RMS വാല്യൂ സെയിം ആയിരിക്കും. സോ അത് അവോയ്ഡ് ചെയ്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഔട്ട്പുട്ട് തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഡിറക്ഷനും കൂടെ മനസ്സിലാക്കാവുന്ന തരത്തിലൊരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഡിവൈസ് ആണ് PSD എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫേസ് സെൻസിറ്റീവ് ഡിമോഡുലേറ്റർ. ഫേസ് സെൻസിറ്റീവ് ഡിമോഡുലേറ്റർ. It is somewhat similar to ആംപ്ലിറ്റ്യൂഡ് ഡിമോഡുലേഷൻ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ ആയിട്ടുള്ള സിഗ്നലിന്റെ ഡിമോഡുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് സംവാട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോസസ് തന്നെയാണ് ഫേസ് സെൻസിറ്റീവ് ഡിമോഡുലേഷൻ അല്ലെങ്കിൽ PSD എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. സോ these are LVDT. We have to connect it in series opposition and I took the output. ഞാൻ ഇവിടെ എൻ്റെ PSD പ്ലേസ് ചെയ്യാണ്. This is a phase sensitive demodulator. ഓക്കെ, ഇനി എന്താണ് എനിക്ക് അറിയേണ്ടത്? മീൻസ് നമുക്കറിയാം സെയിം ഇൻപുട്ടിന് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെന്റിന് ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കും, അവിടെ ഫേസ് ആണ് വേരി ചെയ്യുന്നത്. സോ ഫേസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു പ്രൊവൈഡ് ദ ഇൻപുട്ട് സപ്ലൈ ഫേസ് ടു ദി PSD. സോ ഇൻപുട്ട് സപ്ലൈ നമ്മൾ PSD-യിലും കൂടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും ആസ് എ റെഫറൻസ് വോൾട്ടേജ്. സോ ദിസ് ഇസ് ദ PSD reference. PSD reference input. Okay, it will be same as our input supply. പിന്നെ PSD-യുടെ മുമ്പ് ഒരു ലോ പാസ് ഫിൽറ്ററും കൂടെ വെക്കാറുണ്ട്. ഇറ്റ്സ് നോട്ട് നെസസറി. It is not a necessary thing. If we wish, we can provide a low pass filter in front of the PSD. അത് കുറച്ചും കൂടെ മെഷർമെന്റിന്റെ അക്യൂറസി കൂട്ടും, പക്ഷെ അത് നെസസറി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇനി PSD എന്താ ചെയ്യുക? PSD output. It will provide some output. It will provide some DC output such a way that it will provide a positive voltage for positive movement and it will provide a negative DC voltage for
This is the positive maximum and this is the negative maximum. സോ ഇപ്പോൾ നമ്മൾ പി എസ് ടിയുടെ ഔട്ട്പുട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പി എസ് ടിയുടെ ഔട്ട്പുട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പി എസ് ടി അപ്വേർഡ് മൂവ്മെന്റിന് ഒരു പോസിറ്റീവ് ഔട്ട്പുട്ടും ഡൗൺവേർഡ് മൂവ്മെന്റിന് ഒരു നെഗറ്റീവ് ഔട്ട്പുട്ടുമാണ് പ്രൊവൈഡ് ചെയ്യുക, നെഗറ്റീവ് ഡി സി ഔട്ട്പുട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. സോ അതൊന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അപ്വേർഡ് മൂവ്മെന്റ് ആണോ ഡൗൺവേർഡ് മൂവ്മെന്റ് ആണോ, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, ഡിറക്ഷൻ ഏതാണെന്നല്ല. പിന്നെ ഉള്ളൊരു കാര്യം കൂടെ ഉണ്ട്, ഇഫ് യു ക്യാൻ സെറ്റ് എ ബയസ് ഓൺ പി എസ് ടി സോ ദാറ്റ് അങ്ങനെ ബയസ് സെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നൾ പൊസിഷനിലുള്ള നൾ വോൾട്ടേജിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബയസ് ചെയ്തിട്ട് ഒരു ബയസ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്തിട്ട് വി ക്യാൻ എലിമിനേറ്റ് ദ നൾ വോൾട്ടേജ്. അതുകൊണ്ട് പി എസ് ടി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വി കനോട്ട് ഗെറ്റ് എനി നൾ വോൾട്ടേജ്. if you can set a proper bias, PST will not provide any null voltage. അല്ലെങ്കിൽ null കണ്ടീഷനിൽ സീറോ കണ്ടീഷനിൽ പി എസ് ടിയുടെ ഔട്ട്പുട്ട് സീറോ തന്നെ ആയിരിക്കും. അതിനുള്ള പ്രൊവിഷൻ കൂടെ പി എസ് ടിയിൽ സാധാരണ ഉണ്ടാവാറുണ്ട്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് പി എസ് ടി. പി എസ് ടി എന്ന് പറഞ്ഞാൽ യൂഷ്വലി റെക്ടിഫയറും എ സി ടു ഡി സി കൺവേർഷൻ തന്നെയാണ് വിത്ത് കൺസിഡറിങ് ഫേസ്. ഫേസ് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള എ സി ടു ഡി സി കൺവേർഷൻ തന്നെയാണ് പി എസ് ടിയിൽ മെയിൻലി ചെയ്യുന്നത്. ഇനി എൽ വി ഡി ടിയെ കുറിച്ചുള്ള ലാസ്റ്റ് തിങ്, ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെഷർമെന്റ്, ഡിസ്പ്ലേസ്മെന്റ് മെഷർമെന്റ്. സ്റ്റാറ്റിക് ആൻഡ് dynamic displacement measurement. So what is a static movement? Static movement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a very slow movement എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് this is the displacement and this is time. With respect to time, വളരെ മെല്ലാണ്, ഒരു പൊസിഷനിൽ കുറേ നേരം നിന്നു, പിന്നെ വളരെ മെല്ലെ അടുത്ത പൊസിഷനിലേക്ക് പോയി, പിന്നെ ആ പൊസിഷനിൽ കുറേ നേരം നിന്നു, പിന്നെ വളരെ മെല്ലെ അടുത്ത പൊസിഷനിലേക്ക് പോകുന്നു. ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ വെരി സ്ലോ മൂവ്മെന്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് മൂവ്മെന്റ് എന്ന് പറയാം. ഈ സ്റ്റാറ്റിക് മൂവ്മെന്റിന് എൽ വി ഡി ടി വളരെ സൂറ്റബിൾ ആണ്. ഇറ്റ് ഈസ് എൽ വി ഡി ടി ഈസ് സൂറ്റബിൾ ഫോർ സ്റ്റാറ്റിക് മെഷർമെന്റ്. Suitable for static displacement measurement. What is dynamic displacement? What is dynamic displacement? It is a very fast displacement. അതെങ്ങനെ ഉണ്ടാവുക? സപ്പോസ് കൺസിഡറിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ഡൈനാമിക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. സോ സപ്പോസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഇതിലുള്ള മാക്സിമം നമുക്ക് ഏത് സിഗ്നലിനെ വേണമെങ്കിലും അതിന്റെ ഫ്രീക്വൻസി കമ്പോണന്റ് ആയിട്ട് ഇതിന്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും പല ഫ്രീക്വൻസിയുടെ. സോ ഇതിലുള്ള മാക്സിമം ഫ്രീക്വൻസി കണ്ടന്റ് ഈസ് maximum frequency content in the input supply is Fin. Okay, Fin is the maximum frequency content in the input supply. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ അറിയാം, നമുക്ക് നമ്മുടെ സപ്ലൈ വോൾട്ടേജ്
വി ഇൻ. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് എസ് ആണെന്ന് എടുക്കുക. ഓക്കെ, this fs is the f in is the maximum frequency content in the input displacement അല്ലെങ്കിൽ നമ്മുടെ actual input displacement input, whereas f s is the supply voltage in frequency of the supply voltage, frequency of the supply voltage. ഇൻപുട്ട് ഡിസ്പ്ലേസ്മെന്റ് ഫ്രീക്വൻസി കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഈ കോറ് മുകളിലോട്ടും താഴോട്ടും കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അത്രയും പെട്ടെന്ന് ഫ്ലെക്സ് ലിങ്കേജ് ചേഞ്ച് വേരി ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുള്ളൂ, അല്ലെ? ഫ്ലെക്സ് ലിങ്കേജ് കുറച്ച് മെല്ലെയാണ് വേരി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടും ഡിലേഡ് ആവും. അപ്പോൾ അതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ എറർ ഉണ്ടാവും. സോ ഫ്ലെക്സ് ലിങ്കേജ് വേരി ചെയ്യാനും പെട്ടെന്ന് വേരി ചെയ്യാനും പെട്ടെന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാനും അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടാനും there is a condition should be exist or satisfied, that is for dynamic displacement measurement fs should be greater than or equal to least 10 times of f in. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സപ്ലൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിസ്പ്ലേസ്മെന്റ് ഫ്രീക്വൻസിയുടെ ലീസ്റ്റ് 10 ടൈംസ് എങ്കിലും ഹയർ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡൈനാമിക് ഡിസ്പ്ലേസ്മെന്റ് പ്രോപ്പർ ആയിട്ട് LVDT വെച്ച് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കുറവാണെങ്കിൽ അവർ മെഷർമെന്റ് വിൽ ബി എറോണിയസ്, അല്ലെങ്കിൽ നമ്മുടെ മെഷർമെന്റിൽ ഒരുപാട് എറർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് LVDT. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തു വയ്ക്കുക. വി ക്യാൻ സി മീൻസ് നമുക്ക് LVDT വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ഈസ് എ ഓർ LVDT ഈസ് എ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ, അല്ലാതെ മറ്റ് 3 ഓപ്ഷൻസ് അല്ല. ദ എക്സൈറ്റേഷൻ ഫ്രീക്വൻസി ഓഫ് LVDT ഈസ് 2 kHz. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സപ്ലൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓർ എക്സൈറ്റേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 kHz ആണ്. വിത്ത് 2 kHz AC സപ്ലൈ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് മാക്സിമം ഫ്രീക്വൻസി ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓർ നമ്മുടെ ഇൻപുട്ട് ഡിസ്പ്ലേസ്മെന്റ് ഫ്രീക്വൻസി, അതാണ് മാക്സിമം ഫ്രീക്വൻസി ഓഫ് ദി ഡിസ്പ്ലേസ്മെന്റ് ഷുഡ് ബി ലിമിറ്റഡ് ടു, അല്ലെങ്കിൽ എത്ര വരെ ആയിരിക്കും, എത്ര വരെ നമുക്ക് പ്രോപ്പർ ആയിട്ട് മെഷർമെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ചോദിക്കുന്നത്. This is the displacement. നമുക്കറിയാം this is fs, f in and this is fs. അവിടെ നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് അറിയാം. fs should be least 10 times f in. So f in എന്തായിരിക്കണം? f in should be least less than or equal to fs by 10. So that's equal to f in equal to, sorry, f in less than or equal to 2 kilohertz on fs, so 2000 by 10. So fs should be less than or equal to 200 hertz. So f in ഏതൊരു ലിമിറ്റഡ് ആണ് 200 ഹെർട്സ് വരെ. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ചോയ്സ്. 200 ഹെർട്സിന്റെ മുകളിലാണ് നമ്മളൊരു ഇൻപുട്ട് ഫ്രീക്വൻസി കൊടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവർ മെഷർമെന്റ് വിൽ ബി എറോണിയസ്.
An LVDT is supplied with a sinusoidal voltage of amplitude 5 volt and a frequency of 1 kilohertz. Okay, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. LVDT supplied with a 5 volt sinusoidal voltage with frequency 1 kilohertz. The output is connected to an AC voltmeter. ഇവിടെയാണ് പ്രശ്നം. ഔട്ട്പുട്ട് നമ്മൾ PST-ലേക്കല്ല AC വോൾട്ട്മീറ്ററിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. The reading of the voltmeter is 1 volt for a displacement 1 mm from the null position. 1 mm from the null position. ഇപ്പോൾ നമ്മുടെ കോർ 1 mm അപ്വേർഡ് മൂവ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഏതൊരു ഡയറക്ഷനിൽ മൂവ് ചെയ്തപ്പോൾ 1 volt ആണ് ഔട്ട്പുട്ട് കിട്ടിയത്. So when the displacement is 1 mm opposite to the null position, the reading of the voltmeter will be. So നമുക്കറിയാം നമ്മളൊരു AC വോൾട്ട്മീറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെയിം അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഈക്വൽ മോഷന് അത് സെയിം AC സിഗ്നൽ വിത്ത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുക. സോ രണ്ടിന്റെയും RMS വാല്യൂ സെയിം ആയിരിക്കും. സോ നമ്മുടെ AC വോൾട്ട്മീറ്ററിന് RMS വാല്യൂ മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ദാറ്റ് വിൽ പ്രൊവൈഡ് എ 1 volt ഔട്ട്പുട്ട്. സോ ഓപ്ഷൻ വിൽ ബി സി. സെയിം 1 volt തന്നെ ആയിരിക്കും അത് ഡൗൺവേർഡ് മൂവ്മെന്റിനും പ്രൊവൈഡ് ചെയ്യും. And this is the last question. The secondary induced voltage of a LVDT shown in the following figure. The at null position, following figure at the null position are means null position ഉള്ള LVDT-യുടെ സെക്കൻഡറി വോൾട്ടേജസ് ആണ് തന്നിരിക്കുന്നത്. V1 equal to എന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡറി കോയിലിന്റെ വോൾട്ടേജ് ഈക്വൽ ടു 1 at an angle 0 and V2 equal to 1 at an angle 10 respectively. The voltage of the null voltage of the LVDTs. ഇവിടെ null voltage 0 ആണോ? null voltage 0 ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് രണ്ടും സെയിം ആണ് ആസ് വെൽ ആസ് ഫേസ് ഇവിടെ ഡിഫറെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ there will be exist some null voltage. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അറിയാം the null voltage is not 0. So this is a wrong option. 4 ഓപ്ഷൻ തന്നതിൽ. Then what will be the value of the null voltage? How can you find it? ഇവിടെ തന്നിരിക്കുന്നത് പോളാർ ഫോമിലാണ് അല്ലേ? പോളാർ ഫോമിലാണ് വോൾട്ടേജ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. മീൻസ് വിത്ത് ഫേസ് ഉള്ള വോൾട്ടേജ് പോളാർ ഫോമിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ പോളാർ ഫോമിനെ നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക ഏത് ഫോമിലേക്കാണ്? നമ്മുടെ നോർമൽ കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിലേക്കാണ്. സോ നമുക്കറിയാം സപ്പോസ് x plus iy നെ if I need to convert a at an angle theta, then what will be a? A will be equal to root of x square plus y square, its magnitude, and theta will be equal to tan inverse of imaginary part, that is y, divided by real part. സോ ഇങ്ങനെ നമുക്ക് പോളാർ ഫോമിലേക്ക് മാറ്റാം. സെയിം വേ നമുക്ക് പോളാർ ഫോമിലാണ് തന്നിരിക്കുന്നത്. സപ്പോസ് എ അറ്റ് ആൻ ആംഗിൾ തീറ്റ ആണ് തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യണം? എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫോമിലേക്ക് കോംപ്ലക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വാട്ട് വിൽ ബി എക്സ് ഹിയർ? എക്സ് വിൽ ബി ഈക്വൽ ടു, സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് അല്പം ഒന്ന് മാറ്റി എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ അറ്റ് ആൻ ആംഗിൾ തീറ്റ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ എന്ന് എഴുതാം. സോ that will be equal to a cos theta plus
j into a sine theta. So the complex formula, so x will be equal to a cos theta and y will be equal to a sine theta. ഇങ്ങനെ തിരിച്ചും മറിച്ച് നമുക്ക് അതിനെ മാറ്റി എഴുതാൻ പറ്റും. പോളാർ ഫോമിനെ നമ്മൾ നോർമൽ കോംപ്ലക്സ് ഫോമിലേക്കും അല്ലാതെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഇവിടെ തന്നിരിക്കുന്നത് പോളാർ ഫോമിലാണ്. അത് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് മാറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ v1 എന്ന് തന്നിരിക്കുന്നത് 1 at an angle 0 degree എന്നാണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 into cos of 0 plus j sin 0 ആണ്. sin 0 0 ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ അങ്ങനെ ആകുമ്പോൾ cos 0 equal to 1 ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1 j 0 ആയിരിക്കും. What is v2? v2 equal to 1 at an angle 10 ആണ്. So that will be equal to 1 into cos 10 plus j sin 10 കിട്ടും. So that will be equal to cos of 10 plus j sin 10. So what is v out? v out equal to v out will be equal to, or null voltage will be equal to, v out is a null voltage because it is in null position right now. So the null voltage or voltage at null position equal to എന്തായിരിക്കും? v1 minus v2 ആയിരിക്കും. That's equal to 1 plus j0 minus of cos 10 plus j sin 10 ആയിരിക്കും. So v out or the null voltage will be equal to 1 minus cos 10, അതായിരിക്കും അതിൻ്റെ റിയൽ പാർട്ട്, പ്ലസ് j of minus sin theta, that is minus sin theta അല്ല, minus sin theta equal to 10 ആണ് ഇവിടെ. So minus sin 10. This is what we are going to get here. This is what we are going to get here. So this is the real part and this is the imaginary part. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരുന്നത്? ക്വസ്റ്റ്യനിൽ ഓപ്ഷനിലാകെ റിയൽ പാർട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഇമാജിനറി പാർട്ട്. ഇത് നൾ വോൾട്ടേജിന്റെ റിയൽ പാർട്ട് അല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇത് ചോദിച്ചിട്ടില്ല, എന്ത് ആംഗിൾ അല്ലെങ്കിൽ ഫേസ് ചോദിച്ചിട്ടില്ല. സോ നമുക്ക് ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് വേണമെങ്കിൽ എക്സ് അറ്റ് ആൻ ആംഗിൾ തീറ്റ എന്നുള്ളതിൽ കൺവേർട്ട് ചെയ്യാം. സോ എന്തായിരിക്കും എക്സ്? എക്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ എൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 minus cos 10 the whole square plus minus of sin 10 the whole square ആയിരിക്കും അല്ലേ? And theta will be equal to tan inverse of minus sin 10 divided by 1 minus cos of 10 ആയിരിക്കും. സോ നമ്മളോട് ഇത് കാണാൻ പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യൻ. സോ വി നോ നീഡ് ടു bothered about this. We just need to find this x only or the real part only. So real part ni magnitude. So this will be equal to 1 minus 2 cos 10 plus cos square of 10 plus minus of sin square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin square തന്നെയാണ്. So sin square of 10.
So the real part or the output voltage X will be equal to cos square theta plus sin square theta will be 1, whatever theta. So 2 minus 2 cos 10 എന്ന് കിട്ടും root of ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് approximately 0.173 എന്ന് കിട്ടും. You are going to get 0.173 and you are going to get the option C here. ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കൺസെപ്റ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും, മാത്രമല്ല സ്പീഡും ഇൻക്രീസ് ആവും. So now we are going to move to the next topic, that is angular displacement. So what is an angular displacement? നമുക്ക് എന്തിനാണ് angular displacement എന്ന് പറയാൻ പറ്റുക? സപ്പോസ് നമ്മുടെ ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ അല്ലെ, അങ്ങനെ എന്തും ഒരു പോയിന്റിന് ഇക്വ ഡിസ്റ്റൻസ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിന് ഈക്വൽ ഡിസ്റ്റൻസിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തിനേയും നമുക്ക് ആംഗുലാർ മൂവ്മെന്റ് എന്ന് പറയാം. സപ്പോസ് നമ്മുടെ കയ്യിലൊരു സ്ട്രിങ് എടുത്തിട്ട് അതിന്റെ അറ്റത്തൊരു കല്ല് കെട്ടിയിട്ട് നമ്മൾ കറക്കുന്ന സമയത്ത് അതും ഒരു ആംഗുലാർ മൂവ്മെന്റ് തന്നെയാണ്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലാണ് ആ കല്ല് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ പോവാണ്, അല്ലെങ്കിൽ സ്പെഷ്യലി യു ആർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ വെലോസിറ്റി എന്ന് വെച്ചാൽ ആംഗുലാർ വെലോസിറ്റി ഇസ് എ ഫ്രീക്വൻസി, വേറെ ആംഗുലർ ആക്സലറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വെലോസിറ്റിയും ആക്സലറേഷനും ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ കുറേ കൂടി ഈസിയാണ് കമ്പയറിംഗ് ടു ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പല കേസിലും കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. സോ അതിൽ വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. So what are those common methods? One is rotary potentiometer. Binary shaft encoder. പിന്നെ മൂന്നാമത്തേത്, the last one, capacitive type. Angular displacement measurement. സോ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് ബ്രീഫായിട്ട് നോക്കാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ലീനിയർ പൊട്ടൻഷ്യോമീറ്റർ എന്ന് അറിയാം. എങ്കിലും ഞാൻ ഒന്നും കൂടെ ഈ റൈറ്റ് കാണുന്ന സൈഡിലുള്ള രണ്ട് ഫിഗേഴ്സിൽ ഫിഗർ എ ആണ് ലീനിയർ പൊട്ടൻഷ്യോമീറ്റർ. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക? സപ്പോസ് അതൊരു ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക? There is a potentiometer coil അല്ലേ, അതിനൊരു പെർട്ടിക്കുലർ ലെങ്ത് ഉണ്ടാവും, and it will have an uniform area A. A is the uniform area. അതിന്റെ റെസിസ്റ്റിവിറ്റി റോ ആണെന്ന് എടുക്കുക പൊട്ടൻഷ്യോമീറ്റർ കോയിലിന്റെ. This is our Vin, input supply. There will be a jockey അല്ലേ, there will be a jockey അല്ലെങ്കിൽ സ്ലൈഡർ എന്ന് പറയും. ഈ സ്ലൈഡറിനും നമ്മുടെ നെഗറ്റീവ് ടെർമിനലിനും അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുക. സോ ഇതിന്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് ക്യാപിറ്റൽ എൽ എന്നും ടോട്ടൽ റെസിസ്റ്റൻസിന് ആർ ടി എന്ന് കൊടുക്കാം. ഓക്കെ, എൽ ആൻഡ് ആർ ടി ഇസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ്. നമ്മുടെ ജോക്കി നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് സീറോ പൊസിഷനിലേക്കുള്ള ലെങ്ത്, അല്ലെങ്കിൽ അപ്പ് ഉണ്ടായിരിക്കുന്ന, സപ്പോസ് ദിസ് ഇസ് അവർ സീറോ പൊസിഷൻ എന്നുള്ള ജോക്കി മൂവ്മെന്റ് എന്ന് പറയുന്നത്, സോറി അത്രയില്ല, അത് വയറാണ്.
this length is small l and corresponding resistance is R0. അങ്ങനെയാണെങ്കിൽ what will be the value of V out? V out എന്തായിരിക്കും? സോ നമുക്ക് ഇതിനെ ഒന്നും കൂടെ റീഡ്രോ ചെയ്യാം. സോ ഈ ജോക്കിയുടെ മുകളിലുള്ള റെസിസ്റ്റൻസ് പാർട്ടിന് നമുക്ക് ഒരു റെസിസ്റ്റൻസും താഴെയുള്ളതിന് രണ്ടാമത്തെ റെസിസ്റ്റൻസും ഒക്കെ കൺവേർട്ട് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ this is our topmost resistance and here our joke is situated. ഇവിടുത്തെ ലെങ്ത് എന്തായിരിക്കും? ലെങ്ത് നമുക്കറിയാം L and resistance R0. ഇവിടുത്തെ ലെങ്തോ? ലെങ്ത് ഈക്വൽ ടു L minus L and അവിടെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R total minus R0. ഇതായിരിക്കും ഈ പോർഷന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ V out എന്തായിരിക്കും? This is a simple potential divider right now. So V out will be equal to V in into the second resistance, this resistance R0 divided by the total resistance. So R0 plus RT minus R0. So that will be equal to V in by R0 by RT. RT is the total resistance. അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. So V out will be equal to V in into R0 by RT. What is R0? R0 will be equal to rho small l by A. What is RT? Rho capital L divided by A. So അങ്ങനെയാണെങ്കിൽ what will be the value of V out? V out will be equal to V in into rho L by small l by A divided by rho capital L by A. So റോയും എയും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. So V in into small l by capital L. Whereas എന്താണ്? V ഒരു കോൺസ്റ്റന്റ് ആണ്, എല്ലും ക്യാപിറ്റൽ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ V out is proportional to small l. അല്ലേ? നമ്മുടെ L കൂടുന്ന മീൻസ് നമ്മൾ ജോക്കി എത്രമാത്രം ഡിസ്പ്ലേസ് ചെയ്യുന്നോ അതിനനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജും മാറിക്കൊണ്ടിരിക്കും. സപ്പോസ് ജോക്കി 0 പൊസിഷനിലാണെങ്കിൽ അവിടെ ഒരു റെസിസ്റ്റൻസും ഉണ്ടാവില്ല അതിന് അക്രോസ് ആയിട്ട്, അത് ജസ്റ്റ് ഗ്രൗണ്ടഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 0 വോൾട്ടേജ് കിട്ടുള്ളൂ. ജോക്കി മുകളിലോട്ട് പോകും തോറും ആ ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് പൊട്ടൻഷ്യോമീറ്റർ പ്രൊവൈഡ് ചെയ്യുക. സോ നമുക്ക് റോട്ടറി പൊട്ടൻഷ്യോമീറ്ററിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. റോട്ടറി പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് ഈ ഫിഗർ ബിയിൽ കാണിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതിനെ റീഡ്രോ ചെയ്യാം. കുറച്ച് ബുദ്ധിമുട്ടാണ് വരയ്ക്കാനായിട്ട്, എങ്കിലും ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, സോ ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത്, സോറി, ഈ സർക്കിളിന് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈ സർക്കുലർ പോർഷന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണെന്ന് എടുക്കുക. ഒത്ത നടുക്കാണ് നമ്മൾ ജോക്കി പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ പോർഷന്റെ ഒത്ത നടുക്കാണ് നമ്മൾ ജോക്കി പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ആർ. പിന്നെ നമ്മളിവിടെ ഒരു സപ്ലൈ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത് നമുക്കറിയാം, നമ്മുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും ജോക്കി എന്നാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കാറ്. സോ ദിസ് ഇസ് അവർ വി ഔട്ട്. ദിസ് ഇസ് അവർ വി ഔട്ട്. ഇനി എന്താ?
അതന്നെയാണ് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സപ്പോസ് ജോക്കി അതിന്റെ 0 പൊസിഷനിലാണ്. ഇത് നമുക്ക് 0 പൊസിഷൻ ആയിട്ട് എടുക്കാം. സോ ജോക്കി അതിന്റെ 0 പൊസിഷനിലാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ആ പോർഷൻ ഗ്രൗണ്ടഡ് ആവും. ഇങ്ങനെ ആവും. ഈ ഫിഗറിലേക്ക് നോക്കുക. സോ ഇതിന് അക്രോസ് ആയിട്ട് ഈ 2 പോയിന്റ് ഇപ്പോൾ ഒന്ന് തന്നെയാണ് അല്ലേ? സോ അതുകൊണ്ട് തന്നെ അവിടെ റെസിസ്റ്റൻസ് ഒന്നും അതിന് അക്രോസ് ആയിട്ട് ഉണ്ടാവില്ല. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഡെഫിനറ്റ്ലി 0. പിന്നെ ജോക്കി മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ആ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കൂടി വരും. സോ ദാറ്റ് അത് കാരണം വി ആർ ഗോയിങ് ടു get some voltage. So ഈ സർക്കുലർ പോർഷന്റെ ടോട്ടൽ ലെങ്ത് L ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സർക്കുലർ പോർഷന്റെ ടോട്ടൽ ലെങ്ത് L ആണെന്ന് അസ്യൂം ചെയ്യാം. ടോട്ടൽ ലെങ്ത് ഈസ് ക്യാപിറ്റൽ N. ഇപ്പോൾ ജോക്കി നിൽക്കുന്ന പൊസിഷൻ 0 പൊസിഷൻ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ L ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, this is small L. The total length is capital L and ജോക്കി നിൽക്കുന്ന പൊസിഷനുമായിട്ടുള്ള 0 പൊസിഷന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. 0 പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സ്മോൾ L ആണെന്ന് എടുക്കുക. സോ ദിസ് ഈസ് സിമിലർ ടു എ ലീനിയർ പൊട്ടൻഷ്യോമീറ്റർ അല്ലേ? നമ്മുടെ ലീനിയർ പൊട്ടൻഷ്യോമീറ്ററിന് സിമിലർ തന്നെയാണ് ഇതും. സോ അതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റൽ സ്മോൾ L ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത സമയത്ത് വി ഔട്ട് വിൽ ബി ഈക്വൽ ടു നമ്മുടെ സപ്ലൈ വോൾട്ടേജ് വി ഇൻ ഇൻറ്റു സ്മോൾ L ബൈ ക്യാപിറ്റൽ L തന്നെ ആയിരിക്കും. ബട്ട് വി വാണ്ട് ടു മെഷർ ദിസ് ആംഗിൾ തീറ്റ. അത് എത്രയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ ജോക്കിയുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് അറിയേണ്ടത്, അതിന്റെ 0 പൊസിഷൻ എത്ര ഉണ്ടായിരുന്നുള്ളത്. സോ നൗ യു കൺസിഡർ എ സർക്കിൾ. ആ സർക്കിളിന്റെ റേഡിയസ് 6 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണ് ഇതിന്റെ സർക്കംഫറൻസ് എത്രയായിരിക്കും? Circumference will be 1 minute. എത്രയായിരിക്കും? Yes, it will be 2 pi r. നമ്മൾ ഇവിടുന്ന് ഇത് സപ്പോസ് ഇതാണ് നമ്മുടെ 0 പൊസിഷൻ എങ്കിൽ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഇത്രയും 360 ഡിഗ്രീസ് ട്രാവൽ ചെയ്താൽ അല്ലെങ്കിൽ 2 പൈ റേഡിയൻ ട്രാവൽ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? 2 pi r എന്നുള്ള സർക്കംഫറൻസ് കിട്ടുക. സോ 2 pi r സർക്കംഫറൻസ് ഈസ് കറസ്പോണ്ടിങ് ടു ഹൗ മച്ച് റേഡിയൻ? 2 pi റേഡിയൻ. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഞാൻ ഇത്രേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ഈ ഒരു പോർഷൻ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇവിടുത്തെ ഡിസ്റ്റൻസ്, ഇവിടുത്തെ ആർക്ക് ലെങ്ത് എത്രയായിരിക്കും? ഐ നീഡ് ടു ഫൈൻഡ് ദിസ് ആർക്ക് ലെങ്ത്. ഐ വുഡ് ലൈക്ക് ടു ഫൈൻഡ് ദിസ് ആർക്ക് ലെങ്ത്. അത് എത്രയായിരിക്കും? സോ കറസ്പോണ്ടിങ് ആംഗിൾ ഈസ് സപ്പോസ് ദിസ് ഈസ് തീറ്റ. Suppose this is theta, then for 2 pi radian the circumference is 2 pi r. So for theta radian arc length will be for theta radian arc length will be theta into r. ഒരു കണ്ടീഷനേ ഉള്ളൂ, തീറ്റ ഷുഡ് ബി ഇൻ റേഡിയൻ. അങ്ങനെ തീറ്റ കൂടി 2 പൈ ആവുന്ന സമയത്ത് ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവും ആൻഡ് ഇറ്റ്സ് സർക്കംഫറൻസ് ഈസ് 2 പൈ ആർ. സോ അത്തരത്തിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവിടുത്തെ L എന്തായിരിക്കും? L ഈസ് ദ ലെങ്ത് ഓഫ് ദാറ്റ് ആർക്ക്. സോ L will be തീറ്റ ഇൻറ്റു ആർ ആയിരിക്കും അല്ലെ? ഈ ഇവിടുത്തെ L എന്ന് പറയുന്നത് തീറ്റ ഇൻറ്റു ആർ ആയിരിക്കും. സോ ദാറ്റ് വി ഔട്ട് വിൽ ബി ഈക്വൽ ടു വി ഇൻ ഇൻറ്റു ആർ തീറ്റ ബൈ L ആയിരിക്കും. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു ആർ ഒരു കോൺസ്റ്റന്റ് ആണ് അതിന്റെ ജോക്കിയുടെ, മീൻസ് ആ
സർക്കുലർ പോർഷന്റെ റേഡിയസ് എന്ന് പറയുന്നത് R ആണ്. L എന്ന് പറയുന്നത് ടോട്ടൽ ആർക്ക് ലെങ്ത് ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്ററിന്റെ ടോട്ടൽ ലെങ്ത് ആണ്. രണ്ടും കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു V in R ഡിവൈഡഡ് ബൈ L ഇൻറ്റു തീറ്റ ആണ്. സോ നമുക്ക് എന്ത് ഇൻഫർ ചെയ്യാൻ പറ്റും? വി ഔട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ എന്ന് ഇൻഫർ ചെയ്യാൻ പറ്റും. സോ ഈ കേസിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. സോ നമുക്ക് എത്രയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് നോക്കിയിട്ട് എത്രയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ദിസ് ഈസ് ഹൗ റോട്ടറി പൊട്ടൻഷ്യോമീറ്റർ വർക്ക്സ്. സെക്കൻഡ് ആണ് ഷാഫ്റ്റ് എൻകോഡർ. ഷാഫ്റ്റ് എൻകോഡർ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെല്ലാം പഠിച്ചിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഓക്കെ, സോ ഈ ഫിഗറിൽ കാണുന്ന പോലെ ദിസ് ഇസ് എ 3-bit ഷാഫ്റ്റ് എൻകോഡർ. സോ 3-bit ഷാഫ്റ്റ് എൻകോഡറിൽ ഈ നടുക്ക് കാണുന്ന റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ഷാഫ്റ്റ് ആണ്. ആ ഷാഫ്റ്റ് ഒരു ഡിസ്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്കിനെ 3ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ. 3ആയിട്ട് മാത്രമല്ല, മീൻസ് സർക്കുലർ, മീൻസ് ആ ഷാഫ്റ്റിന് പാരലൽ ആയിട്ട് 3ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ബിറ്റ് കൊണ്ട് നമുക്ക് എത്ര ഡിജിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും? എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? 8 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. 001 ബൈനറി നമ്പേഴ്സ് 010 011. ദിസ് ഇസ് എ ഡിജിറ്റൽ മെഷർമെന്റ് മെത്തേഡ്. 100 അങ്ങനെ 11 വരെ 8 നമ്പേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ ഷാഫ്റ്റ് എൻകോഡറിനെ നമ്മൾ 8ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെ 8 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇഫ് ഇറ്റ് ഇസ് എ 4-bit ആണെങ്കിൽ നമുക്ക് 16 എണ്ണം ആക്കി ഇങ്ങനെ കട്ട് ചെയ്യേണ്ടി വന്നേനെ. ഇറ്റ് ഇസ് എ 5-bit അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ 32 ആയിട്ട്, ഇങ്ങനെ 32 പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നേനെ. ഇപ്പൊ സോ 1 2 3 4 5 6 7 8 pieces. 8 pieces corresponding to 0 to 7 for a 3-bit shaft encoder. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ there is a rotating shaft. ഓക്കെ, അതിൽ നമ്മൾ നമ്മുടെ വി ആർ ടേക്കിംഗ് എ ട്രാൻസ്പാരന്റ് ഡിസ്ക്. നമ്മളൊരു ട്രാൻസ്പാരന്റ് ഡിസ്ക് എടുത്തിട്ട് അതിൽ ഫിക്സ് ചെയ്യുകയാണ്. We are going to fix a transparent disk on that. Suppose എനിക്കൊരു 3-bit എൻകോഡർ ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഞാൻ ആ ട്രാൻസ്പാരന്റ് ഡിസ്ക്, സപ്പോസ് ഇതാണ് നമ്മുടെ ട്രാൻസ്പാരന്റ് ഡിസ്ക് എങ്കിൽ this is our shaft in the middle. I have to I have to make it I have to draw 3 circles on that disk. ഓക്കെ, ഈ ഫിഗറിൽ കാണുന്ന പോലെ. അതിനുശേഷം ഇറ്റ്സ് എ 3-bit എൻകോഡർ. സോ എനിക്കവിടെ 0 to 7 വരെ എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ ഐ ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ഇൻടു 8 പാർട്സ്. ഈ ഡിസ്കിനെ 8ആയിട്ട് വീണ്ടും ഞാൻ മാർക്ക് ചെയ്യണം. 8 പോർഷൻസ് ഞാൻ ഇതിൽ അടയാളപ്പെടുത്തി വെക്കണം. ഓക്കെ, ഇനി ഏതൊക്കെയായിരിക്കും 3-bit നമ്പേഴ്സ്? 00 0001 010 011 100 101 110 and 111 അല്ലെ. ഇതായിരിക്കും ആ 8 ബിറ്റ്സ് എന്ന് പറയുന്നത്. സോ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു പുട്ട് എ ബ്ലാക്ക് ടേപ്പ്. ഒരു ബ്ലാക്ക് ടേപ്പ് ഇവിടെ ഞാൻ റെഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ബട്ട് ഇറ്റ്സ് എ ബ്ലാക്ക് ടൈപ്പ്.
മൂന്നിലും ചുറ്റാൻ പോവാണ്. This is my 0, 0, 0. ഞാൻ 0, 0, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ അവസാനത്തത് മാത്രം ഞാൻ വെറുതെ വിടുകയാണ് ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട്. ബാക്കി രണ്ടെണ്ണത്തിൽ ഞാൻ ചുറ്റുവാണ്. മീൻസ് ഐ എം ഗോയിങ് ടു സ്റ്റിക്ക് ദിസ്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കണ്ടാൽ അറിയാം. ദിസ് 0, 0, 0, ദിസ് 0, 0, 1, ദിസ് ഇസ് 0, 1, 0, 0, 1, 1. ഇങ്ങനെ ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 0, 1, 0. ഇവിടെ വീണ്ടും ബ്ലാക്ക് ടേപ്പ് ഒട്ടിക്കണം. 0, 1, 0. അങ്ങനെ 1, 0, 0, 1, 0, 1. ബ്ലാക്ക് ടേപ്പ് ഉള്ളത് 0 ആണ്. ടേപ്പ് ഇല്ലാത്ത ട്രാൻസ്പാരന്റ് പോർഷൻ 1 ആണ്. സോ 1, 1, 0, 1, 1, 1. ഇനി നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം റെഡ് കളറിൽ ഒരു 3 ലേസർ ലൈറ്റ്സ്. ഇവിടെ ഒരു റെഡ് കളറിലുള്ള ഒരു 3 ലേസർ സോഴ്സ് കാണാം. സോ ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുള്ള ടേപ്പൊക്കെ ഒട്ടിച്ചിട്ടുള്ള ഡിസ്ക് ആണ്. ആ ഡിസ്കിന്റെ ഈ സൈഡിൽ 3 ലേസർ ലൈറ്റ് ഓരോ പോർഷനും പാരലായിട്ട് കൊടുക്കുകയാണ്. ഇവിടെ 3 ഡിറ്റക്ടേഴ്സും. ഓക്കെ. സോ whenever it crosses 0, 0, 0, ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഷാഫ്റ്റിന്റെ 0, 0 എന്നുള്ള പോർഷൻസ് ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സപ്പോസ് ദിസ് ഇസ് മൈ D0, this is my D1, this is my D2, D2, D1, D0. അങ്ങനെയാണെങ്കിൽ മൂന്നും 0 ആയിരിക്കും അല്ലെ? 3 ഡിറ്റക്ടറിലും എനിക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. 0, 0, 1 എന്നുള്ള പോർഷൻ ക്രോസ് ചെയ്യുന്ന സമയത്തോ ഈ ഫസ്റ്റ് ലാസ്റ്റ് LED മാത്രം LED-യുടെ ഔട്ട്പുട്ട് മാത്രം പാസ് ചെയ്യും. കാരണം അവിടെ ഒരു ട്രാൻസ്പാരന്റ് പോർഷൻ ഉണ്ട്. ഇവിടെ ഒരു ട്രാൻസ്പാരന്റ് പോർഷൻ ഉണ്ട്. ബാക്കി രണ്ട് LED ഔട്ട്പുട്ട് പാസ് ചെയ്യില്ല. ഡിറ്റക്ടറിലേക്ക് ഒന്നും കിട്ടില്ല. 0, 0 ആയിരിക്കും. ഇങ്ങനെ 1, 1, 1 പാസ് ചെയ്യുന്ന സമയത്ത് അത് മൂന്നും ട്രാൻസ്പാരന്റ് ആണ്. സോ എനിക്ക് ഔട്ട്പുട്ടിൽ മൂന്നും മീൻസ് 1, 1, 1 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. സോ ഈ ഔട്ട്പുട്ട് നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റും ഓക്കെ എൻ്റെ ഷാഫ്റ്റ് ഇപ്പോൾ ഈ പൊസിഷനിലാണെന്നുള്ളത്. ഇപ്പോൾ 3ന് പകരം ഞാൻ 4 ബിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 16 ഷാഫ്റ്റിന് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 1/16 അക്യൂറസിയോട് കൂടി എനിക്ക് പറയാൻ പറ്റും എൻ്റെ ഷാഫ്റ്റിന്റെ പൊസിഷൻ എവിടെയാണ്. ഇൻ കേസ് ഞാൻ അതിനെ 10 ബിറ്റ് ആക്കുകയാണെങ്കിൽ 1/1024 എന്ന അക്യൂറസിയോട് കൂടി നമുക്ക് പറയാൻ പറ്റും ഷാഫ്റ്റിന്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത്. സോ ഈ ബൈനറി മെത്തേഡ്സ് എന്ന് പറയുന്നത് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. മാത്രമല്ല അക്യുറേറ്റ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഇത് പ്രോസസ് ചെയ്യാനുള്ള വളരെ ഈസിയാണ്. സോ ഇങ്ങനെയാണ് ഒരു ബൈനറി ഷാഫ്റ്റ് എൻകോഡർ വർക്ക് ചെയ്യുന്നത്. The next is last one is capacitive type angular displacement measurement. അത് ഫിഗറിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ജസ്റ്റ് ടേക്ക് എ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും മൂവ് ചെയ്യുന്ന എന്തെങ്കിലും യു പ്ലേസ് 1 ഹാഫ് പ്ലേറ്റ്. ഓക്കെ, ഒരു ഹാഫ് പ്ലേറ്റ് നിങ്ങൾ അതിൽ ഫിക്സ് ചെയ്യുക. രണ്ടാമതൊരു ഹാഫ് പ്ലേറ്റ് എടുക്കുക. യു ഡോണ്ട് ഫിക്സ് ഇറ്റ് ഓൺ ദാറ്റ്. ഓക്കെ, നിങ്ങൾ ഇതിൽ ഫിക്സ് ചെയ്യരുത്. പകരം ഈ പ്ലേറ്റിന് പാരലൽ ആയിട്ട് പ്ലേസ് ചെയ്യുക ആ രണ്ടാമത്തെ പ്ലേറ്റ്. പക്ഷെ യു ഹാവ് ടു ഫിക്സ് ഇറ്റ് സംവെയർ ഔട്ട്സൈഡ്. ഓക്കെ, ഇത് നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് സംവെയർ ഔട്ട്സൈഡ് ആണ്. പക്ഷെ ഈ ആദ്യത്തെ പ്ലേറ്റിന് പാരലൽ ആയിട്ടാണ് നിങ്ങൾ രണ്ടാമത്തെ പ്ലേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന മൂവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോ ഒരു പൊസിഷനിൽ രണ്ട് പ്ലേറ്റും ഏതാണ്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കുറച്ചും കൂടെ സപ്പോസ് ദിസ് ഫിക്സ്ഡ് ആൻഡ് ദിസ് മൂവബിൾ. കുറച്ച് കഴിയുന്ന സമയത്ത് മൂവബിൾ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഫിക്സഡ് അവിടെ തന്നെ ഉണ്ടാവും അല്ലെ? ഫിക്സഡ് മാറാനൊന്നും പോകുന്നില്ല. മൂവബിൾ കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും.
So there will be an overlapping. നമുക്ക് ഈ ഫിഗറിൽ കാണാം, there is an overlapping. Capacitance എന്താ? Capacitance C equal to epsilon A by D ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. എപ്സിലോൺ എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. പിന്നെ അവിടെ വേരി ചെയ്യുന്ന എന്താണ്? ഏരിയ അല്ലെ? ഏരിയ ഇസ് ദ ഓവർലാപ്പിംഗ് ഏരിയ ഇസ് ദ വേരിയബിൾ ഹിയർ. വാട്ട് ഇസ് ഓവർലാപ്പിംഗ് ഏരിയ ഹിയർ? ഫോർ ആൻ ആംഗിൾ തീറ്റ വാട്ട് വിൽ ബി ദ ഓവർലാപ്പിംഗ് ഏരിയ? സോ നിങ്ങൾ നേരത്തെ പോലെ ഒരു സർക്കുലർ കൺസിഡർ ചെയ്യുക, മീൻസ് സർക്കിൾ കൺസിഡർ ചെയ്യുക. ഈ സർക്കിളിന്റെ ഏരിയ എത്രയായിരിക്കും? ഏരിയ ഈക്വൽ ടു, സപ്പോസ് ഇതിന്റെ റേഡിയസ് r ആണെങ്കിൽ പൈ ആർ സ്ക്വയർ ആയിരിക്കും. ഞാൻ ഈ പൈ ആർ സ്ക്വയറിനെ എങ്ങനെ എഴുതുന്നു? 2 പൈ ആർ സ്ക്വയർ ബൈ 2 എന്ന് എഴുതുന്നു. ഇത് കറസ്പോണ്ടിങ് ടു എത്ര ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്? 2 പൈ. റേഡിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ആണ് 2 പൈ ആർ സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീറ്റ റേഡിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ എന്തായിരിക്കും? തീറ്റ ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2 ആയിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. സോ ഇപ്പൊ രണ്ടും തീറ്റ റേഡിയൻ ആണ് ഇപ്പോൾ ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ, ഈ ഫിഗറിൽ കാണാം ഇത് തീറ്റ റേഡിയൻ ആണ് ഓവർലാപ്പ് ചെയ്യുന്നത്. സോ സി ഈക്വൽ ടു എപ്സിലോൺ തീറ്റ ആർ സ്ക്വയർ ബൈ 2 ഡിവൈഡ് ബൈ ഡി ആയിരിക്കും. ഡി ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് പ്ലേറ്റ്സ് ആർ എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ദിസ് ഇസ് ദി ഡി. അത് മാറാനൊന്നും പോകുന്നില്ല. ആർ എന്ന് പറയുന്നത് ആ പ്ലേറ്റിന്റെ, രണ്ട് പ്ലേറ്റിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സെയിം ആണ്, അതും മാറാൻ പോകുന്നില്ല. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എപ്സിലോൺ ആർ സ്ക്വയർ ബൈ 2d ഇൻറ്റു തീറ്റ. ഇത് ഈ പോർഷൻ, ആദ്യത്തെ പോർഷൻ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ കപ്പാസിറ്റൻസ് സി ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ ആയിരിക്കും. കപ്പാസിറ്റൻസ് സി ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ ഹിയർ. സോ നമ്മൾ കപ്പാസിറ്റൻസ് ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട്, ബ്രിഡ്ജ് മെത്തേഡ് അല്ലെങ്കിൽ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കപ്പാസിറ്റൻസിന്റെ വാല്യൂ മെഷർ ചെയ്യുകയാണെങ്കിൽ ആ കപ്പാസിറ്റൻസിന്റെ വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഈ മെത്തേഡിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. വി ക്യാൻ ഓൺലി യൂസ് ദിസ് മെത്തേഡ് up to 0 to 180 degree or 0 to pi radian. അതിന്റെ മുകളിലേക്കുള്ള ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു റീസൺ ഉണ്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഊഹിച്ചു കാണും. സപ്പോസ് ഇതാണ് നമ്മുടെ 0 പൊസിഷനിങ്. നമ്മുടെ ഫിക്സഡ് പ്ലേറ്റ്, ഇത് മൂവബിൾ പ്ലേറ്റ്. ഇത് കുറച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു തീറ്റ അല്പം മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അഗൈൻ ദീസ് ആർ ഫിക്സഡ് പ്ലേറ്റ് ആൻഡ് മൂവബിൾ പ്ലേറ്റ് എങ്ങനെയാവും? അല്ലേ? ഇങ്ങനെ ആയിരിക്കും. പിന്നെ നമ്മൾ 180 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, രണ്ടും തമ്മിൽ 180 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് രണ്ടും പെർഫെക്റ്റ്ലി ഓവർലാപ്പ് ചെയ്യും. ഈ രണ്ട് പ്ലേറ്റുകളും തമ്മിൽ പെർഫെക്റ്റ്ലി ഓവർലാപ്പ് ചെയ്യും ഫോർ 180 ഡിഗ്രി. സപ്പോസ് ദിസ് ഈസ് 0, ദിസ് തീറ്റ. പിന്നെ കുറച്ചും കൂടെ ഇത് ഇങ്ങോട്ട് 180 ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നേരത്തെ കിട്ടിയ അതേ ആംഗിൾസ് റിപ്പീറ്റ് ചെയ്യും അല്ലേ? അഗെയിൻ നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയ അതേ ആംഗിൾസ്, നമുക്ക് ഇതിന്റെ തൊട്ട് മുമ്പ് കിട്ടിയ ആംഗിൾ, ഈ ഒരു പൊസിഷനിലെ ആംഗിൾ തന്നെ ആയിരിക്കും അഗെയിൻ ഈ ഒരു പൊസിഷനിലും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അത്ര ഏരിയ തന്നെ ആയിരിക്കും ഈ ഒരു പൊസിഷനിലും വരാൻ പോകുന്നത്. സോ ആ രണ്ട് ഏരിയ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ദിസ് മെത്തേഡ് വി ക്യാൻ യൂസ് ഓൺലി അപ് ടു 0 to pi radian or 0 to 180 degree. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഹാൾ ഇഫക്റ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ്. വാട്ട് ഈസ് ദാറ്റ്? ഹാൾ ഇഫക്റ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ്.
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷനാണ് ഹാൾ ഇഫക്റ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു സി വാട്ട് ഈസ് ഹാൾ ഇഫക്റ്റ്. ഓക്കെ, സോ ഹാൾ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈതർ മെറ്റൽസിലോ അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സിലോ, മെയിൻലി സെമി കണ്ടക്ടേഴ്സ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. സെമി കണ്ടക്ടേഴ്സിലോ കണ്ടുവരുന്ന ഒരു ഫിനോമിനാണ് ഹാൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഹാൾ ഇഫക്റ്റ്? ഈ റൈറ്റ് സൈഡിലുള്ള ഫിഗർ നോക്കുക. ഓക്കെ, there is a hall strip. It may be a semiconductor or a metal, suitable metal. അതിലേക്ക് ഞാനൊരു കോൺസ്റ്റന്റ് കറണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓ, ഐ ഹാവ് ടു ചേഞ്ച് ദ പെൻ കളർ അഗൈൻ. Red is not something that good. കോൺസ്റ്റന്റ് കറണ്ട് ഐ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ അതിലേക്കൊരു ഡയറക്ഷനിൽ, അതിന്റെ മറ്റേ രണ്ടാമത്തെ 90 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ ഞാനൊരു ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ബി എന്ന് കൺസിഡർ ചെയ്യാം. പിന്നെ അതിന്റെ മൂന്നാമത്തെ ഡയറക്ഷനിൽ ഞാൻ സപ്പോസ് ഒരു വോൾട്ടേജ്, ഒരു കറണ്ട് ഒരു ഡയറക്ഷനിൽ അപ്ലൈ ചെയ്തിട്ട് മറ്റേ ഡയറക്ഷനിൽ ഞാൻ വോൾട്ടേജ് ജസ്റ്റ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി അത് രണ്ടും ഷോർട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ വോൾട്ടേജ് ഒന്നും കിട്ടില്ല. പക്ഷെ ഞാൻ ഈ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ആ മെറ്റലിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു സിംപ്ലി ഒരു മെറ്റലോ സെമി കണ്ടക്ടറോ എടുത്തു. അതിൽ ഞാൻ ഒരു കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് വെച്ചിട്ട് കറണ്ട് അപ്ലൈ ചെയ്തു. അതിനുശേഷം അതിന്റെ രണ്ടാമത്തെ ഡയറക്ഷനിൽ നിന്ന് ഞാൻ സപ്പോസ് വോൾട്ടേജ് മെഷർ ചെയ്യാന്നിരിക്കട്ടെ. ഓക്കെ, ഐ എം ഗോയിങ് ടു മെഷർ ദ വോൾട്ടേജ്. ഈ കറണ്ടിന്റെ പാത്ത് ഈ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും അല്ലേ. അത് കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് പോയിന്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഷോർട്ടഡ് ആണ് അല്ലേ. അതിന് അക്രോസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതൊരു സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ വരുന്ന രണ്ട് പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും നോർമൽ കണ്ടീഷനിൽ. പക്ഷെ ഇൻ കേസ് ഞാൻ ആ മൂന്നാമത്തെ ഡയറക്ഷനിൽ, അല്ലെങ്കിൽ കറണ്ടിനും വോൾട്ടേജിനും 90 ഡിഗ്രി വരുന്ന ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ഫ്ലക്സ് ഡെൻസിറ്റി ബി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു ഗെറ്റ് സം വോൾട്ടേജ്. ഇതിനെയാണ് നമ്മൾ ഹാൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഹാൾ ഇഫക്റ്റ് എന്ന് പറയുക. ആ ഹാൾ ഇഫക്റ്റ് വോൾട്ടേജ് EH വിൽ ബി ഈക്വൽ ടു some constant, Hall effect constant, KH into the applied magnetic flux density B into the applied current I divided by the thickness T. Thickness is the magnetic field എത്ര തിക്നെസ്സിനെയാണോ ക്രോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസ് ചെയ്യുന്ന തിക്നെസ് എത്രയാണോ ആ തിക്നെസ് ആണ് നമ്മൾ തിക്നെസ് T ആയിട്ട് കൺസിഡർ ചെയ്യുക. That will be the Hall voltage EH. So KH is the Hall coefficient for that particular material or that particular sensor. Hall coefficient. B is the magnetic flux density in Weber per meter square. I is the current. EH is the Hall voltage. ഇത് ആദ്യം നോട്ടീസ്, മീൻസ് ഈ ഫിനോമിനൽ ഹാളിന്റെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ആക്ച്വലി ഈ ഫോർമുലയും കാര്യങ്ങളെല്ലാം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ബേസിസ് ഓഫ് ലോറൻസ് ഫോഴ്സ് ബേസ് ചെയ്തിട്ടാണ്. ദിസ് ഇസ് എ തിയറി ബേസ്ഡ് ഓൺ, or this is an effect that explained in the basis of Lorentz
ഫോഴ്സ്. ഓക്കെ, ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻസും കാര്യങ്ങളെല്ലാം ഇവിടെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് എ ഫിനോമിനൻ, ഹാൾ ഇഫക്റ്റ് ഈസ് എ ഫിനോമിനൻ ദാറ്റ് ബേസ്ഡ് ഓൺ ലോറൻസ് ഫോഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആകെ അറിയേണ്ടുള്ളൂ ഒരു ഹാൾ ഇഫക്റ്റ് സ്ട്രിപ്പിലേക്ക് അല്ലെങ്കിൽ ഹാൾ ഇഫക്റ്റ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പിലേക്ക്, മെറ്റലിലേക്കോ സെമി കണ്ടക്ടറിലേക്കോ നമ്മളൊരു കറണ്ട് ഒരു ഡയറക്ഷനിൽ കറണ്ട് അപ്ലൈ ചെയ്യും. അതിന് 90 ഡിഗ്രി വരുന്ന ഡയറക്ഷനിൽ നമ്മളൊരു മാഗ്നറ്റിക് ഫ്ലക്സ് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ തേർഡ് ഡയറക്ഷനിൽ നമ്മൾ യൂഷ്വലി മെഷർ ചെയ്യുകയാണെങ്കിൽ, യൂഷ്വൽ വേയിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് ഒന്നും കിട്ടില്ല. പക്ഷെ ബിക്കോസ് ഓഫ് ദിസ് ഹാൾ ഇഫക്റ്റ് we are going to get some voltage that is called Hall voltage, and that Hall voltage will be proportional to the current, proportional to the magnetic flux density, inversely proportional to the thickness of the material where that magnetic field has to cross. Magnetic field cross ചെയ്യേണ്ട മെറ്റീരിയലിന്റെ തിക്നെസ്സിനാണ് ടി എന്ന് പറയുക. സോ ഈ ഒരു ഫിനോമിനൻ വെച്ച് നമുക്ക് ഒരുപാട് ട്രാൻസ്ഡ്യൂസേഴ്സും സെൻസേഴ്സ് ഒക്കെ ഉണ്ടാക്കാം. അതെന്താണെന്ന് നമുക്ക് വളരെ ബ്രീഫായിട്ട് നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് മെഷർമെന്റ് ഓഫ് റൊട്ടേഷണൽ ഫ്രീക്വൻസി ഓർ RPM. അപ്പോൾ ഞാനത് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻസറാണ് ഈ ഹാൾ ഇഫക്റ്റ് RPM measurement. It's a digital measurement. It's a digital type measurement. So ഇത് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ആണ് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഇറ്റ്സ് എ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു ഫിക്സ് മൈ ഹോൾ സ്ട്രിപ്പ് ഹിയർ. ഓക്കെ, ഹോൾ സ്ട്രിപ്പിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഐ ഹാവ് ടു പ്രൊവൈഡ് എ കോൺസ്റ്റന്റ് കറണ്ട്. അതാണ് ആദ്യത്തെ കാര്യം. സോ ഐ ഹാവ് ടു പ്രൊവൈഡ് എ കോൺസ്റ്റന്റ് കറണ്ട്. Sorry, I have to change it a bit. ഓക്കെ, ഞാൻ താഴെ ചെയ്യാം, താഴെ വരയ്ക്കാം. ഇത് ഇത്ര വ്യത്യാസത്തിലൊന്നും അല്ല പ്രൊവൈഡ് ചെയ്യാം. മില്ലിമീറ്റേഴ്സിന്റെ വ്യത്യാസത്തിലാണ്, അല്ലെങ്കിൽ മൈക്രോമീറ്റേഴ്സിലും മില്ലിമീറ്റേഴ്സിലൊക്കെയാണ് ഹാൾ സ്ട്രിപ്പും നമ്മുടെ ഷാഫ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എസ്പെഷ്യലി നമ്മുടെ വലിയ വലിയ ടർബൈൻസ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോട്ടറി മെഷീൻസ്, അങ്ങനെയുള്ളതിൻ്റെ എല്ലാം RPM നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ മെഷർമെന്റ് ബേസ്ഡ് ഓൺ ഹാൾ ഇഫക്റ്റ് അല്ലെങ്കിൽ ഹാൾ ഇഫക്റ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്തിട്ട് RPM മെഷർമെന്റ്. സോ ഞാനിവിടെ ഒരു കറണ്ട് കൊടുക്കാൻ പോവാണ്, കറണ്ട് I. അതിനുശേഷം ഞാൻ അതിന്റെ രണ്ടാമത്തെ അടുത്ത ഡയറക്ഷൻ, അതിന്റെ 90 ഡിഗ്രി വരുന്ന ഡയറക്ഷനിൽ നിന്ന് ഐ എം ഗോയിങ് ടു മെഷർ ദ ഹാൾ വോൾട്ടേജ് EH. മാത്രമല്ല ഞാൻ ഈ ഷാഫ്റ്റിൽ ഒരു മാഗ്നറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ മാഗ്നറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷാഫ്റ്റ് കറങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയായിരിക്കും? ആ ഹാൾ സ്ട്രിപ്പും മാഗ്നറ്റും ദൂരെ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അത് തൊട്ടടുത്തെത്തുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് പെട്ടെന്ന് കൂടും, അല്ലെ? വീണ്ടും കുറയും, EH. വീണ്ടും ദൂരേക്ക് പോകുന്ന സമയത്ത്, അടുത്തേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പൾസും കൂടെ കിട്ടും. പിന്നെ അത് വീണ്ടും കുറയും, പിന്നെയും വരുന്ന സമയത്ത് ഒരു പൾസ് കിട്ടും. സോ സപ്പോസ് അറ്റ് 1 minute, I got 60 pulses. What does it means? എന്താ മീൻ ചെയ്യുന്നത്? അത് ഒരു സെക്കൻഡിൽ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ആ ഷാഫ്റ്റ്. അതുകൊണ്ടാണ് എനിക്ക് ഒരു മിനിറ്റിൽ 60 പൾസസ് കിട്ടിയത്. സോ ഇറ്റ്സ് റെവല്യൂഷൻ പെർ മിനിറ്റ് ഈസ് 60 RPM.
What is the frequency? Frequency is 1 Hz അല്ലേ 1 സെക്കൻഡിൽ ഒരു തവണയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഫ്രീക്വൻസി ഈക്വൽ ടു 1 Hz. സോ നമ്മൾ ഈ പൾസസ് എത്ര പൾസസ് ആണോ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഒരു പൾസ് കൗണ്ടറിലേക്ക് കൊടുക്കാം. ആ പൾസ് കൗണ്ടറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയാണ് RPM അല്ലെങ്കിൽ എത്രയാണ് റൊട്ടേഷണൽ ഫ്രീക്വൻസി എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യണം, നമ്പർ ഓഫ് പൾസസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു 10 മാഗ്നറ്റ് അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പൾസ് കിട്ടിയ സ്ഥാനത്ത് നമുക്ക് 10 പൾസസ് കിട്ടും. സോ നേരത്തെ ഒരു പൾസ് ആയിരുന്നു കറസ്പോണ്ടിങ് ടു 1 RPM. ഇപ്പൊ എന്തായിരുന്നു, സോറി 1 റൊട്ടേഷൻ. ഇപ്പോൾ ഒരു റൊട്ടേഷൻ എനിക്ക് 10 പൾസ് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഐ ക്യാൻ ഇംപ്രൂവ് ദ റെസൊല്യൂഷൻ ഓഫ് മൈ മെഷർമെന്റ്, അല്ലെങ്കിൽ മെഷർമെന്റിന്റെ അക്യുറസിയും റെസൊല്യൂഷനും എല്ലാം നമ്പർ ഓഫ് മാഗ്നറ്റ്സ് ഇൻക്രീസ് ചെയ്തിട്ട് കൂട്ടാൻ പറ്റും. ദിസ് ഈസ് ഹൗ വി ആർ ഗോയിങ് ടു മെഷർ ദി RPM. പിന്നെ ഒരു ആപ്ലിക്കേഷനാണ് മെഷർമെന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. മെഷർമെന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വളരെ സിമ്പിൾ ആണ്. യു ക്യാൻ സീ ദ ഹോൾ സ്ട്രിപ്പ് ഹിയർ അല്ലേ. ഈ ഹാൾ സ്ട്രിപ്പിന് ചേർന്നിട്ട് ഒരു പെർമനന്റ് മാഗ്നറ്റ് എന്ന് അവർ എഴുതിയിട്ടുണ്ട്, പക്ഷെ അവിടെ കൊടുത്തിട്ടില്ല. വി ഹാവ് ടു കീപ്പ് എ പെർമനന്റ് മാഗ്നറ്റ് ഹിയർ. ഓക്കെ, ഇതാണ് പെർമനന്റ് മാഗ്നറ്റ്. അപ്പോൾ ദിസ് ഇസ് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, ഫെറോമാഗ്നറ്റിക് പ്ലേറ്റ്. ഈ പ്ലേറ്റിനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പോകുന്നത്. ദിസ് പ്ലേറ്റ് വി ആർ ഗോയിങ് ടു മൂവ് ഓൺ ബോത്ത് ഡയറക്ഷൻസ്. ഇത് ഇത്ര ഡിസ്റ്റൻസിലൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പൊ എന്താ സംഭവിക്കുക, സപ്പോസ് ഈ പ്ലേറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. ആ പെർമനന്റ് മാഗ്നറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് ഈ പ്ലേറ്റ് അടുത്തുണ്ടാവുന്നു. when plate is near to the strip, flux linkage increases. So hall voltage will increases. അതുപോലെ തന്നെ when plate moves away, if a certain distance, അപ്പൊ എന്താ സംഭവിക്കുക, ഈ പെർമനന്റ് മാഗ്നറ്റ് നിന്ന് ഉണ്ടാവുന്ന ഫ്ലക്സ് ലിങ്കേജ് ഡ്യൂ ടു ദിസ് ഫെറോമാഗ്നറ്റിക് പ്ലേറ്റ് വിൽ റെഡ്യൂസ്. സോ ഫ്ലക്സ് ലിങ്കേജ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അവിടെ റെഡ്യൂസ് ആവും. അതുകൊണ്ട് തന്നെ ഹാൾ വോൾട്ടേജ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യും. സോ ആ ഹാൾ വോൾട്ടേജ് മെഷർ ചെയ്തിട്ട് സോ EH will be something proportional to the displacement. So EH മെഷർ ചെയ്തിട്ട് EH എത്രയാണെന്ന് മെഷർ ചെയ്തിട്ട് അത് നമുക്ക് പറയാൻ പറ്റും, ഓക്കെ ദിസ് ഈസ് ദ പൊസിഷൻ ഓഫ് ദാറ്റ് ഫെറോമാഗ്നറ്റിക് പ്ലേറ്റ് ഓർ ദിസ് ഈസ് വാട്ട് ദ കറന്റ് ഡിസ്പ്ലേസ്മെന്റ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്സ് എല്ലാം നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റും, ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട്. One of the most important application of the Hall effect transducer, means Hall effect based transducer, is Hall effect based current measurement. Hall effect based measurement of current. ഇതിന്റെ പ്രത്യേകത എന്താ, it is a non-contact type instrument. It is a non-contact type instrument. നമ്മുടെ മെഷറൻറ്റുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ
ഫിസിക്കൽ വേരിയബിൾ അത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇവിടെ കറണ്ട് ആണ്. കറണ്ടുമായിട്ട് ഒരു നമ്മൾ അമീറ്റർ ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു രണ്ട് നോഡ് ക്രിയേറ്റ് ചെയ്യും. മീൻസ് നമ്മളതിനെ ആ സർക്യൂട്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ കറണ്ട് പോകുന്ന പാത്തിൽ നമ്മൾ അമീറ്ററിനെ പ്ലേസ് ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വിത്തൗട്ട് എനി കോണ്ടാക്ട് നമുക്ക് ആ വയറിൽ കൂടുതൽ പെർട്ടിക്കുലർ വയറിൽ കൂടുതലുള്ള കറണ്ട് എത്രയാണെന്ന് പറയാൻ പറ്റും. അതെങ്ങനെയാ പറയോ? ദിസ് ഇസ് എ ഹോൾ സ്ട്രിപ്പ് ഹിയർ, ഹോൾ എലമെന്റ് ഹിയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഹോൾ എലമെന്റിനെ ചുറ്റിക്കൊണ്ട് തന്നെ അടുത്തായിട്ട് തന്നെ there is a magnetic concentrator, magnetic flux or magnetic field concentrator ഉണ്ട്. അത് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ സ്ട്രിപ്പിലേക്ക് അല്ലെങ്കിൽ ഹോൾ എലമെന്റിലേക്ക് പ്രൊവൈഡ് ചെയ്യും. നമുക്കറിയാം ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. ആൻഡ് ആ മാഗ്നറ്റിക് ഫീൽഡ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അവിടെയുള്ള കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ ലൈനിൽ കൂടെ പോകുന്ന കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോ ഞാൻ ജസ്റ്റ് എൻ്റെ ഈ സ്ട്രിപ്പ് ഫിസിക്കലി അത് ഇങ്ങനെയാണ് ഉണ്ടാവാറ്. ഒരു ഹോൾ സ്ട്രിപ്പ് അവിടുന്ന് ഇങ്ങനെ താഴെ ഇത് ജസ്റ്റ് ഞാൻ ഇതിലേക്ക് ഈ വയറിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഈ കോൺസെൻട്രേറ്റ് ചെയ്യും. അത് നമുക്ക് നമ്മുടെ സ്ട്രിപ്പിന് കിട്ടും, ഈ സ്ട്രിപ്പിന് കിട്ടും. സോ അതിന് അക്കോർഡിംഗ് ആയിട്ട് ഒരു ഹോൾ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യും. സോ കറണ്ട് കൂടിയാലോ, കറണ്ട് കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് ഡെൻസിറ്റി അവിടെ കൂടും, അതിനനുസരിച്ച് ഇ എച്ചും കൂടും. അപ്പോൾ the EH will be proportional to I ആണ്. സോ കോണ്ടാക്ട് ഒന്നും ചെയ്യേണ്ട വയറിലേക്ക്, ജസ്റ്റ് ആ സ്ട്രിപ്പ് ജസ്റ്റ് ആ വയറിന് ചുറ്റും നിങ്ങൾ ഓൾറെഡി ലാബിലെല്ലാം കണ്ടിട്ടുണ്ടാകും നോൺ കോണ്ടാക്ട് ടൈപ്പ് മെഷർമെന്റ്. സോ ജസ്റ്റ് നമ്മളത് ആ ഡിവൈസ് ജസ്റ്റ് വയറിന് ചുറ്റും വെറുതെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ തന്നെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര കറണ്ട് ആണെന്നുള്ളത് അത് ഷോ ചെയ്യും. സോ ദിസ് ഈസ് ഹൗ ദാറ്റ് ഈസ് വർക്കിംഗ്. അവിടെ അതിന് വയറിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി മെഷർ ചെയ്യും. മീൻസ് മെഷർ ചെയ്യല്ല, അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഹാൾ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യും. സോ ആ ഹാൾ വോൾട്ടേജ് എത്രയാണെന്ന് നോക്കിയിട്ടാണ് ആ വയറിൽ കൂടെയുള്ള കറണ്ട് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. Then last one is a magnetic measurement of magnetic field. അത് വളരെ ഈസിയാണ്, കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. This is the easiest thing. നമ്മൾ ഇവിടെ നിന്നാണ് ഹാൾ വോൾട്ടേജ് മെഷർ ചെയ്യുന്നതെന്നിരിക്കട്ടെ. ഈ രണ്ട് ഡയറക്ഷനിൽ ഈ ഡയറക്ഷനിൽ ഞാൻ കറണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചിത്രം വല്ലാതെ മെസ്സായി പോയി. Okay, so here I'm going to provide some current. This is our Hall strip. Current I, and from this direction I'm going to measure the Hall voltage EH. In E direction, suppose I am providing some magnetic flux B. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം EH will be equal to എന്തായിരിക്കും?
kh into IB by this T ആയിരിക്കും. ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്ന കോൺസ്റ്റന്റ് കറണ്ട് ആണ്, തിക്നെസ്സും കോൺസ്റ്റന്റ് ആണ്. കെ എച്ച് എന്ന് പറയുന്നത് ഹാൾ കോൺസ്റ്റന്റും ഹാൾ കോഎഫിഷ്യന്റ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ദാറ്റ് ഇ എച്ച് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ബി ആയിരിക്കും. കോൺസ്റ്റന്റ് ആൻഡ് കോൺസ്റ്റന്റ്. സോ ഇവിടെ ബി കൂടുന്നതിനനുസരിച്ച് ഇ എച്ച് കൂടും, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കുറയുന്നതിനനുസരിച്ച് ഇ എച്ച് കുറയുകയും ചെയ്യും. സോ ഇങ്ങനെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡും ഹാൾ പ്രോബ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹാൾ ഇഫക്റ്റ് ബേസ്ഡ് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഹാൾ ഇഫക്റ്റിന്റെ മേജർ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഹാൾ ഇഫക്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. I is the current flowing through a Hall effect sensor and B is the magnetic flux density perpendicular to the direction of the current. That is very important in a plane of Hall effect sensor. Okay, the Hall voltage generated is, നമുക്കറിയാം Hall voltage EH will be എന്താണ് EH is equal to KH into IB by T ആണ് നമുക്കറിയാം. So current and magnetic flux density will be directly proportional to both I and B. So option A is the right answer. Another question, Hall effect sensor based on the principle of photoelectric effect, Seebeck effect, piezoelectric effect, Lorentz force. What is photoelectric effect? നമ്മുടെ സോളാർ സെൽസിന്റെ അല്ലെങ്കിൽ ലൈറ്റ് മെഷർമെന്റ് മീൻസ് ലൂമിനസ് ഒക്കെ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. മീൻസ് ഐൻസ്റ്റീൻ്റെ വളരെ ഒരു തിയറി ഒക്കെ ഉണ്ട് റിഗാർഡിങ് ദിസ്. സോ അതല്ല സീബെക് എഫക്റ്റ്. എന്തിനാണ് സീബെക് എഫക്റ്റ് യൂസ് ചെയ്യുക? തെർമോകപ്പിൾ അല്ലെ. സീബെക് മീൻസ് യൂസ് ചെയ്യല, സീബെക് എഫക്റ്റ് ബേസ് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസ് ആണ് തെർമോകപ്പിൾ. അത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് തെർമോകപ്പിൾ. സോ ദിസ് ഈസ് നോട്ട് ദ വൺ ആൻഡ് ദിസ് ഈസ് തെർമോകപ്പിളും തെർമോ ഇ എം എഫ് ഒക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് സീബെക് എഫക്റ്റ് പറയുന്നത്. പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൽ നമ്മളൊരു ഡൈനാമിക് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് പ്രൊപ്പോർഷണൽ ആയിട്ട് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് വരും. അതുമല്ല, പിന്നെ ലാസ്റ്റ് ഒന്നാണ് ലോറൻസ് ഫോഴ്സ്. ദിസ് ഇസ് ദ റൈറ്റ് ചോയ്സ്. നമുക്കറിയാം ഹാൾ ഇഫക്റ്റ് എന്ന് പറയുന്നത് അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻസ് ആണ്. സോ താങ്ക് യു ഗൈസ്, ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ഹിയർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യനിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് you can WhatsApp, no, better to mail me. ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുകയാണെങ്കിൽ raj049112 എന്നുള്ള മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും നമ്പർ വേണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചോദിച്ചാൽ മതി, അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും നമ്പർ. സോ ഇൻസ്ട്രുമെന്റേഷനായിട്ട് ഡീൽ ചെയ്യുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. So I'm going to wind up my class here. Thank you.